السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഈ മഹത്തായ പരിപാവനത്വം തുളുമ്പി നിൽക്കുന്ന പരമകാരുണികനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മസ്ജിദിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സമാപനം കുറിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി സമയബന്ധിതമായി ഒരു പ്രഭാഷണം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നത്, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ, പ്രിയങ്കരരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉച്ചഭാഷിണിയുടെ അകലങ്ങളിൽ നിന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, മുസ്ലിം സംഘടനകളിൽ തന്നെ വ്യത്യസ്ത ചിന്തകളുമായി കഴിഞ്ഞുകൂടുകയും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തിക്കൊണ്ട് നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നല്ലവരായ അഭ്യുദയകാംക്ഷികളായ സഹൃദയരെ, അള്ളാഹുവിൻ്റെ ഒരു മസ്ജിദ്, സാഷ്ടാംഗം പ്രണമിക്കുന്ന കേന്ദ്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പൂർവ പ്രവാചകന്മാർക്ക് ആർക്കും നൽകാത്ത 5 കാര്യങ്ങൾ എനിക്ക് അല്ലാഹു നൽകി. അതിലൊന്ന്, ഒരു മാസ വഴിദൂരമുള്ള അകലങ്ങളിൽ ഞാനുണ്ടെങ്കിൽ ശത്രുക്കൾ എന്നെക്കുറിച്ചുള്ള ഭയപ്പാട് അല്ലാഹു ഇട്ടുകൊടുക്കും. അതാണ് ഒന്ന്. ഒരു മാസ വഴിദൂരമുള്ള അകലത്താണ് ഞാൻ ഉള്ളതെങ്കിലും എന്നെക്കുറിച്ച് ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു ഭയപ്പാടിട്ട് കൊടുക്കും. അതാണ് ഒന്ന്. രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞത്, ഭൂമി മുഴുവനും എനിക്ക് നമസ്കാര സ്ഥലമാക്കപ്പെട്ടിരിക്കുന്നു. നമസ്കരിക്കാനാണല്ലോ മസ്ജിദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണല്ലോ പ്രിയപ്പെട്ടവരെ മസ്ജിദ്. അവനെ പ്രകീർത്തിക്കുവാനും അവനെ വാഴ്ത്തുവാനും അവന്റെ ഏകത്വത്തിന്റെ മഹനീയത ഉദ്ഘോഷിക്കുവാനും ആണല്ലോ മസ്ജിദ്. വാന്നൽ മസാജിദ ലില്ലാഹ്,
ഫലാ തദൂ മഅല്ലാഹി അഹദാ. നിശ്ചയമായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, പടച്ചോനുള്ളതാണ്. അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ദുആയിരക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാനാണ് മസ്ജിദ്. ആരാണ് അള്ളാഹു? എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? മസ്ജിദ് എന്തിനാണ്? മസ്ജിദിന്റെ ലക്ഷ്യം എന്താണ്? അവിടെ എന്തൊക്കെയാണ് നടക്കേണ്ടത്? അതെല്ലാം ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്ക്. ഇൻഷാ അല്ലാഹ് നാളെ ജുമയിൽ കുറച്ച് കാര്യങ്ങൾ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. മറ്റു ചില കാര്യങ്ങളിലേക്കാണ് സത്വര ചിന്തക്ക് വേണ്ടി, ആധുനിക കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചില ചിന്തകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അല്ലാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം മസ്ജിദ് എന്തിനാണ്? അവിടെ എന്താണ് നടക്കേണ്ടത്? അവിടെ എന്ത് നടക്കാൻ പാടില്ല? മസ്ജിദിനോടുള്ള മുസ്ലിം ഉമ്മത്തിന്റെ സമീപനം എന്തായിരിക്കണം? ഒരു മസ്ജിദുള്ള പ്രദേശത്ത് ജീവിക്കുന്ന അമുസ്ലിങ്ങൾക്ക് ആ മസ്ജിദിൽ നിന്ന് എന്ത് കിട്ടണം? ആ നാടിന്റെ സാംസ്കാരികവും ആ നാടിന്റെ വൈജ്ഞാനികവും ആ നാടിന്റെ ആതുര ശുശ്രൂഷ രംഗത്തും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും ഒക്കെ മസ്ജിദിന് സ്ഥാനമുണ്ടോ? അയോധന മുറകൾ പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രമായി മസ്ജിദുകൾ മാറുമ്പോഴും അതിന്റെ മതപരമായ വശങ്ങൾ പഠിക്കുമ്പോഴും പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുമ്പോൾ അത് ശത്രുക്കളോടുള്ള വൈരം പ്രഖ്യാപിക്കുകയാണെന്ന പ്രചണ്ഡമായ പ്രചരണങ്ങൾ സംഘപരിവാര ശക്തികൾ ഒരു കാലഘട്ടത്തിൽ മുഴക്കുകയും ഇന്നും അതിന്റെ അലയൊലികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മീഡിയകളിലൂടെ പ്രകടിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ഇവിടെ ഇരുന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ മനസ്സിൽ കോറിയിട്ടുകൊണ്ട് വേണം കടന്നു പോകാൻ. ഒന്ന്, നിതാന്തമായ ഒരു ജാഗ്രത ഉണ്ടാവണം നമുക്കൊക്കെ. നിതാന്തമായ ജാഗ്രത എന്ന് ഞാൻ പറയുന്നത്, എന്തിലാണോ നാം ഇൻവോൾവഡ് ആകുന്നത് ആ വിഷയത്തിൽ ഏകമായ ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണോ? ഇവിടെ വന്നു, തട്ടുകടയിൽ പോയി ചായ കുടിച്ചു, അവിടെ നിന്നുള്ള ചൂടുള്ള പയമ്പരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഭവങ്ങളൊക്കെ കഴിച്ചു, പഴയ കാലത്തെ സുഹൃത്തുക്കളെ കണ്ടു, കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ സുഹൃത്തുക്കളെ കണ്ട്, അങ്ങനെയൊക്കെയാണ് പിരിയണമെങ്കിൽ അതിന്റെ ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടാവും. അതല്ല ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളും അതിന്റെ അകക്കാമ്പും ജീവൽ ഗന്ധിയായി മാറണം എന്ന മോഹത്തോടെയാണോ? ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനതയുടെ നിലപാടുകൾക്ക് മാറ്റം വരുത്താൻ അവർ സ്വയം സന്നദ്ധരാകാത്ത കാലത്തോളം റഹ്മാനായ റബ്ബ് അവരെ മാറ്റുകയില്ലെന്ന് സൂറത്ത് റഅദ് 13-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പറയും. മാറാൻ സന്നദ്ധതയുള്ള സ്ത്രീ പുരുഷന്മാരാണ് ഇവിടെ എന്ന ബോധ്യത്തോടെയാണ് ഞാൻ ചില കാര്യങ്ങൾ പറയും. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. കേൾക്കണം എന്ന് ഞാൻ പറയണം. യൂസുഫ് നബി അലൈഹിസ്സലാം ആ നാട്ടിലെ സ്ത്രീകളുടെ മുമ്പിലൂടെ കടന്നുപോയപ്പോ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് വിരലാണ് മുറിച്ചത്. ആപ്പിളാ മുറിക്കേണ്ടത്. കാരണം കയ്യിൽ കത്തിയാന്നുള്ള ബോധം ഉണ്ടാവണം, മുറിക്കേണ്ടത് ആപ്പിളാണെന്നുള്ള ബോധം ഉണ്ടാകണം. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു നിന്നപ്പോ കത്തി മുറിച്ചത് വിരലാണ്. ആ സംഭവം സൂറത്ത് യൂസുഫിൽ പറയുന്നിടത്ത് കഥാപ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാനല്ല, അതിലൊരു വലിയ പാടുണ്ട്. എന്താ? ഒരേ സമയത്ത് രണ്ട് പ്രവൃത്തി ചെയ്യരുത്. യൂസുഫ് നബീന്റെ സൗന്ദര്യവും യൂസുഫ് നബിയുടെ ഭംഗിയും നോക്കി നിന്നപ്പോ കത്തി മുറിച്ചത് വിരലിലായി പോയി. നേരെ മറിച്ച് കത്തിയ കയ്യിൽ മൂർച്ചുള്ളതാണ്, ആപ്പിളാണ് മുറിക്കേണ്ടത്. അത് കണ്ണുകൊണ്ട് ശരിക്കും നോക്കി മുറിക്കണം എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അത് സംഭവിക്കൂല. അത് തന്നെയാണ് ഇവിടെ. ഏത് പള്ളി ആയിക്കോട്ടെ, ഏത് ഉദ്ഘാടനം ആയിക്കോട്ടെ, ഏത് സമ്മേളനം ആയിക്കോട്ടെ, മനുഷ്യരെ ഏകാഗ്രത ഉണ്ടാകണം. തുവാ തായ്വരയിലാണ്, പരിശുദ്ധമായ തുവാ തായ്വരയിലാണ്. മൂസ, ഞാൻ ബോധനം നൽകുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കണേ മൂസ എന്ന് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം 14-ാമത്തെ വചനം. ഇന്നീ അനല്ലാ, ഞാനാണ് മൂസ നിന്റെ അല്ലാഹ്, അതുകൊണ്ട് നീ എന്നെ ആരാധിക്കണം. ഫഅബ്ദിനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ ഓർമ്മ നിലനിർത്താൻ നീ നമസ്കാരം നിലനിർത്തുകയും വേണം. എത്ര സുന്ദരമാണ്! അള്ളാഹുവിനെ ആരാധിക്കാനാണ് മസ്ജിദുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അതിന് അവന്റെ ദിക്റുകൾ അല്ലേ, അത് അങ്ങനെ തന്നെയാണല്ലോ. വമൻ അദല്ലു മിമ്മൻ മനഅ മസാജിദല്ലാഹ് വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്. സൂറത്ത് ബഖറയിലെ 114 പറഞ്ഞ അങ്ങനെയാണ്. അവന്റെ നാമങ്ങൾ പ്രകീർത്തിക്കപ്പെടുന്നിടത്ത്,
അള്ളാഹുവിനെയാണ് അവിടെ വാഴ്ത്തപ്പെടുന്നത്, അള്ളാഹുവിനെയാണ് അവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ആരാണല്ല അല്ലെ? മംഗളയാൻ ചൊവ്വയുടെ ഭ്രമണമണ്ഡലങ്ങളിൽ ചെന്ന് ചേർന്നു. ആഘോഷ ദിനമായിരുന്നു ഇന്നലെ ഇന്ന് ഇന്ത്യയിൽ. എന്താ ചൊവ്വ, എന്താ ഈ ഗ്രഹങ്ങൾ, ആകാശമണ്ഡലങ്ങൾ, ഈ സൗരയൂഥങ്ങൾ, ഇതൊക്കെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്ന കേന്ദ്രമാണത്. അത് കുരിശിന്റെ കേന്ദ്രമല്ല, ബിംബങ്ങളുടെ കേന്ദ്രമല്ല, ചാറങ്ങളുടെ കേന്ദ്രമല്ല. അത് കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ചിത്രങ്ങളും രൂപങ്ങളും ഭാവങ്ങളും സൃഷ്ടിയിൽ ഒന്നിനെയും ആരാധിക്കുകയില്ല എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ് മസ്ജിദുകളിൽ ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. 2 ലക്ഷ്യങ്ങളാ. അള്ളാനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യം ഉണ്ടാക്കിയ കഅബാലയം, പരിശുദ്ധ കഅബാലയം. അള്ളാനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയാണല്ലോ ആ കഅബാലയം. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ആ കഅബാലയം അള്ളാഹു പറയണം ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക. സൂറത്ത് ആൽ ഇംറാനാണ്, 3-ാം അധ്യായം. കേട്ട് മനസ്സ് കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സദസ്സിലും ആണ് എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ലയിച്ചു നിൽക്കണം. അങ്ങനെ ലയിച്ചു നിന്നാൽ ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും തദനുസൃതമായി ജീവിതത്തെ കെട്ടിപ്പടുക്കാനും കഴിയും. അബൂതല്ലത്തുൽ അൻസാരിയോട് റസൂലുള്ളാഹി ചോദിച്ച, അബൂതൽഹ പോണ്ടേ? ഇല്ല നബിയെ, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ശിഷ്യന്മാരൊക്കെ പിരിഞ്ഞു പോയല്ലോ, ശിഷ്യന്മാരെല്ലാം പിരിഞ്ഞു പോയല്ലോ അബൂതൽഹ, എന്താ പോകാത്തത്? അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ഈ വിജ്ഞാനത്തെ ഒരു കാലത്ത് വെറുത്തവനായിരുന്നു. ഇന്ന് എന്നെ ധന്യനാക്കിയത് ഈ വിജ്ഞാനമാണ്, ഈ അറിവാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഗുരുനാഥന്റെ മുഖത്ത് നിന്ന് വിദ്യ അഭ്യസിക്കുമ്പോ മാർക്കറ്റിലെ ആന ഇങ്ങോട്ടൊരു യുദ്ധം വന്നു. ശിഷ്യന്മാര് ജീവിതത്തിൽ കണ്ടിട്ടില്ല ആനയെ. എല്ലാരും അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അവിടെ ഇരുന്നു. ഗുരുനാഥൻ ചോദിച്ചു, ഷാഫി നിനക്ക് പോണ്ടേ? എന്താ പോകാത്തത്? ഒന്നുമില്ല, ഞാൻ ആനനെ കാണാൻ വന്നതല്ല, അങ്ങയുടെ ഗുരുമുഖത്ത് നടന്നു പോകുന്ന വിജ്ഞാന മുത്തുകളെ പെറുക്കിയെടുത്ത് ജീവൽ ഗന്ധിയാക്കി മാറ്റാനാണ് ഞാൻ ഇവിടെ വന്നത്. ആനനെ കാണല് പിന്നെ ആവാം, ഇൽമു തേടേണ്ട സമയം നഷ്ടപ്പെടുത്തി എനിക്ക് വയ്യ. അതാ മേന്മ, അതായിരുന്നു ഉമ്മത്ത് ഇന്നലകളിൽ. അതുകൊണ്ടാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇസ്ലാമിനൊരു നന്മയുണ്ട്. ആ നന്മ എന്താണ്? മനുഷ്യൻ ഇതൊക്കെ. അതുകൊണ്ടാണല്ലോ ഒരു ഇൽമിന്റെ സദസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അധ്യക്ഷന്റെ അനുമതി വേണം ആ സദസ്സിൽ എഴുന്നേറ്റ് പോകാൻ. ഇസ്ലാം അത് ആരാധനയാണ്, അല്ലേ? ഇസ്ലാമിൽ അതൊരു ആരാധനയാണ്. സ്വന്തം ഭാര്യയുമായി കിടപ്പറയിൽ ശരീരം പങ്കുവെക്കുന്നത് പോലും ഒരു ഇബാദത്താണ്. ഇസ്ലാം പഠിപ്പിച്ച അങ്ങനെ. ജാഗ്രതയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം, അല്ലേ? ജാഗ്രതയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. തഖ്വ എന്ന് പറഞ്ഞാൽ അതല്ലേ? ജാഗ്രതയല്ലേ? സൂക്ഷ്മതയല്ലേ? മനുഷ്യനെ കുറിച്ചുള്ള ബോധമല്ലേ? ഞാൻ ആരാന്നുള്ള ബോധമല്ലേ? ഞാൻ ആരാ, ഞാൻ എന്താ, എന്റെ പ്രത്യേകതയാണ്. ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് 4 ആളെ മുമ്പിൽ എഴുന്നേറ്റ് പ്രഖ്യാപിക്കാൻ ആണത്തുണ്ടാവുക, ത്രാണി ഉണ്ടാവുക, അത് ചോർന്നു പോകാത്ത ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുക, അല്ലേ? അങ്ങനെയല്ലേ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുനാഫിഖുൽ പറഞ്ഞത്? അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ആർക്കാ ഇസ്സത്ത്? വലിർ റസൂൽ, അല്ലാഹുവിനും റസൂലിനും മുഅ്മിനുകൾക്കുമാണ് ഇസ്സത്ത്. ഇസ്സത്ത് ചോർന്നുപോയി മുഅ്മിനല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങളാണ് ഉത്തമന്മാർ എന്ന് സൂറത്തു ആൽ ഇംറാനിൽ ചുമ്മാ പറഞ്ഞതല്ല. വകദാലിക ജഅൽനാകു ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് പറഞ്ഞത് സൂറത്ത് ബഖറ 2-ാം അധ്യായം 143 144 വചനം. ഒരു മധ്യമ സമുദായം, തീവ്രവാദമില്ല നിങ്ങൾക്ക്, അങ്ങേയറ്റത്തെ മിതത്വം ഇല്ലേ നിങ്ങൾക്ക്, രണ്ടിന്റെ ഇടയിൽ എന്തിനും ഒരു ഉത്തമമായ, ആർക്കും അയാളൊരു മാതൃകയാണ്, സമ്പൂർണമായ മാതൃക, ആർക്കും അനുകരണീയനാണ്. ഇത് ആ മനുഷ്യനെ കണ്ടു പഠിച്ചോളി, അയാളെ നല്ലതാ. ഇല്ല, ആ താടിക്കാര് കുഴപ്പക്കാരല്ല, ആ താടി കുഴപ്പത്തിന്റെ താടിയല്ല എന്ന് ബാലേട്ടൻ പറയണം, ഭാസ്കരൻ പറയണം, സുരേന്ദ്രൻ പറയണം. അതിനെന്തു വേണം? ഒരു മസ്ജിദ് പുതുതായി നിർമ്മിക്കുമ്പോ എതിർപ്പുകളും വിരോധങ്ങളും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ആ മസ്ജിദിൽ നടക്കുന്നത് എന്തൊക്കെയോ ചില പ്രതിരോധപരമായ കാര്യങ്ങളാണ് എന്നിവിടെ മെസ്സേജ് ഉണ്ട്. അവിടെ അത് തിരുത്താൻ ജീവിതം കൊണ്ട്, ആർക്കും വേണ്ടിയല്ല, റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച പോലെ ജീവിച്ചോ, എന്നാ രക്ഷപ്പെടും. എന്നാ ആരുമ്പിൽ തോൽക്കേണ്ടി വരില്ല, ഒരു പട്ടാളത്തിന് മുമ്പിൽ തോൽക്കേണ്ടി വരില്ല, ഒരു ഇന്റലിജൻസിന്റെ കണ്ണുകൾക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല. നേരെ മറിച്ച് സ്വകാര്യ ജീവിതം മോശമാണോ? നിന്റെ ഇടപാടുകൾ മോശമാണോ? നിന്റെ സാമ്പത്തിക രംഗം മോശമാണോ?
നിന്റെ ക്രയവിക്രയങ്ങൾ മോശമാണോ? നിന്റെ കച്ചവടം മോശമാണോ? നിന്റെ ഇബാദത്തുകൾ കൃത്രിമം നിറഞ്ഞതാണോ? എങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഭൂമുഖത്ത് നിനക്ക് നാശം, ആഖിറത്തിലാകട്ടെ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഓർമ്മകൾ മസ്ജിദുകളെ ധന്യമാക്കി തീർക്കേണ്ടതുണ്ട്. അല്ലേ? അള്ളാഹു പറഞ്ഞ എന്താ? ചില പള്ളികൾ, ചില മസ്ജിദുകൾ, അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിക്കുന്നു, അവർ അതിന്റെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു. അല്ലേ? അങ്ങനെ ഒരു കേന്ദ്രമായി മാറാൻ ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയെ പറ്റി പറയാണ് ജാബിർ റളിയല്ലാഹു പറയാണ്, 2 ഖുതുബകൾ ഉണ്ടായിരുന്നു പ്രവാചകന്. ഇടക്കൊന്നിരിക്കും, ആദ്യത്തെ കുറച്ച് ദീർഘമായി പറയും, പിന്നെ ഇരിക്കും, പിന്നെ എഴുന്നേക്കും, പിന്നൊരു ഹ്രസ്വമായി യഖറഉൽ ഖുർആൻ, അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതി, വയുദക്കിറുൻ നാസ്, അന്നാസ് പീപ്പിൾ, ജനങ്ങളെ ഉത്ബുദ്ധമാക്കി ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ മനസ്സിലേക്ക് കേൾപ്പിച്ചു, അവരുടെ ഹൃദയ തന്തുക്കളെ അത് വിജൃംഭിതമാക്കി, അവരുടെ ജീവിതത്തെ അത് പരിവർത്തനമാക്കി, അവരുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞു. അല്ലേ? റസൂലുള്ളാഹി ഖുതുബ നടത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകമായിരുന്നു അന്നത്തെ സബ്ജക്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസത്തെ ഖുതുബയിൽ ഒരുപാട് നരകം, അന്ന് നരകം മാത്രം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു, മൗമൂമിങ്ങൾ കരഞ്ഞു, ഖുതുബ കഴിഞ്ഞിട്ടും കരഞ്ഞു. ആരും പള്ളിയിൽ നിന്ന് പോയില്ല. ഒരു ഏകാന്തത, ഇരുണ്ട കാർമേഘം കൂടിയ പോലെ നരകത്തിന്റെ ഭയചകിതമായ ഭയാനകരമായ കേൾവി അവരുടെ ഹൃദയത്തിന്റെ തന്തുക്കളെ അലിയിച്ചു കളഞ്ഞു. അരയാലില പോലെ അവരുടെ മനസ്സുകൾ അവിസ്പന്ദനം ചെയ്തു, അവരുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞു, അവരുടെ ശബ്ദം മസ്ജിദിന്റെ പുറത്തേക്ക് കേട്ടു. ഏങ്ങി ഏങ്ങി അവരെ കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഖുതുബ അതാണ്. പറയാൻ കഴിയോ? എന്റെ നേരത്തെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ പോലെ എന്റെ ഉസ്താദിന്റെ ഖുതുബകൾ മദ്യപാനിയായ എന്റെ മനസ്സിനെ ഇളക്കിക്കളഞ്ഞു എന്ന് പറയാൻ കഴിയോ? ഇല്ല സുഹൃത്തുക്കളെ. അതിനാൽ മാറ്റി പ്രതിഷ്ഠിക്കപ്പെടട്ടെ നമ്മുടെ മിമ്പറുകളെ കുറിച്ചുള്ള ആധുനിക കാലഘട്ടത്തിന്റെ ബോധം. പൂർവ്വകാല പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ 500 ഖുതുബകൾ നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 500 ഖുതുബ. ആ 500 ഖുതുബകളിലൂടെ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, അല്ലേ? ജനങ്ങളെ ഉത്ബുദ്ധരാക്കി. ഒരു ഖുതുബ കേട്ടു, നന്നായി. അടുത്ത ഖുതുബ കേട്ടു, നന്നായി. അങ്ങനെ ഒരു അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടക്കുമ്പോൾ ഒരു ദരിദ്രനായ മനുഷ്യൻ കീറി പറഞ്ഞ് ഈങ്ങി മുസ്ലിം കുപ്പായൊക്കെ ധരിച്ച് ഖമീസൊക്കെ ധരിച്ച് അയാൾ എങ്ങനെ വരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ 2 റക്അത്ത് നിസ്കരിച്ച് ഇരിക്കാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മളിപ്പോ ഓർക്കേണ്ട കാര്യങ്ങളാണ്. 2 റക്അത്ത് നിസ്കരിച്ച് ഇരിക്കാൻ പറഞ്ഞു, അല്ലേ? അങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അയാൾക്ക് വേണ്ടി മനസ്സിൽ ഉദ്ദേശിച്ച് പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് ദാനം ചെയ്യാൻ വേണ്ടി പ്രവാചകന് ഖുതുബയിൽ ആവശ്യപ്പെട്ടു. പാവങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ എല്ലാവരും അവർക്കുള്ള നല്ല ഡ്രസ്സുകളിൽ സെലക്ട് ചെയ്ത് 1-2 കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചു. അതിൽ നല്ല 2 ഷർട്ട് സെലക്ട് ചെയ്ത് ആ സാധു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ഞാൻ ചുരുക്കി പറയാണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ വരാൻ വേണ്ടി പറയാണ്. അടുത്ത ഒരു വെള്ളിയാഴ്ച ഒരു സാധുവിനെ കണ്ടപ്പോൾ നബി അത് പറഞ്ഞു. അപ്പൊ എല്ലാരും അവിടെ കൊണ്ടുപോയി ഖുതുബക്കേശ് അവരവരുടെ വീടുകളിൽ ചെന്ന് വേഗം എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ടു. അതിൽ ഏറ്റവും നല്ലെടുത്ത് 2 റസൂലുള്ളാഹിക്ക് കൊടുത്തു. അടുത്ത വെള്ളിയാഴ്ചയും റസൂലുള്ളാഹി അത് തന്നെ പറഞ്ഞു. അപ്പൊ അയാളില്ലേ കഴിഞ്ഞ ആഴ്ച വാങ്ങി അയാളടുത്തുള്ള ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചു. അതാ ഒരു ഖുതുബ കേട്ടു, ജീവിതത്തിൽ അത് മാറി. അവരെടുത്തു, ഹൃദയത്തിൽ അവർ കൊണ്ടു, അവരത് പ്രാവർത്തികമാക്കി. അല്ലേ? അതാണ് ഖുതുബ. അല്ലെങ്കിൽ അതായിരിക്കണം ഖുതുബ, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എന്താ? ഇദാ ഖതബ ഇഹ്മറത്തു ഐനാഹു വലാ സൗതുഹു വസ്തദ വലബഹു ഹത്താ കഅന്നഹു മുൻദിറു ജൈശിൻ. കണ്ണുകൾ ചുവന്നു തുടുക്കും. സാന്ദർഭികമാണ്, അല്ലേ? കണ്ണുകൾ ചുവന്നു തുടുക്കും. ആ പ്രവാചകന്റെ കോപം ഉയരും. പ്രവാചകൻ ഒരു കമാൻഡറെ പോലെ, ഹത്താ കഅന്നഹു മുൻദിറു ജൈശിൻ, ഒരു സൈന്യത്തിന്റെ വരവിനെ കുറിച്ച് താക്കീത് ചെയ്യുന്ന കമാൻഡറെ പോലെ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈകാരികത ഉള്ളവനായി. ശാന്തത വേണം ഖുതുബക്ക്, അടക്കം വേണം. പബ്ലിക് പോലെയല്ല, എല്ലാം ശരിയാണ്. പക്ഷേ ജ്വലിച്ചു നിൽക്കുന്ന കോപം അനിവാര്യമായ ഘട്ടം, അത് ആവശ്യം വരും. ഖുതുബയിലൂടെ ഒരു ജനത പരിവർത്തിപ്പിക്കപ്പെടുകയാണ്. ഒരു നാടിന്റെ സംസ്കാരം രൂപപ്പെടുത്തപ്പെടുകയാണ്. ഒരു നാട് ഉജ്ജ്വലമാവുകയാണ്. ജാജ്വല്യമാനമായ സംസ്കാരങ്ങളുടെ ഉടമകളായി ഭൂമുഖത്ത് ജീവിക്കുന്നവർക്ക് മാതൃകകളായ ഒരു ജനപദത്തെ പടുത്തുയർത്തുന്ന പ്രകാശ ഗോപുരം, ലൈറ്റ് ഹൗസ്, അതാകുന്നു അല്ലാഹുവിന്റെ മസ്ജിദ്. അവിടെ ചില ആളുകളുണ്ട്, ഫീഹി റിജാലുൻ, അവിടെ കുറച്ച് മനുഷ്യന്മാരുണ്ട് ആ പള്ളിയിൽ. എന്താ? അവരുടെ കച്ചവടമാകട്ടെ, അവരുടെ വിനോദമാകട്ടെ, അതിനവർക്ക് തടസ്സമാവുകയില്ല.
കാരണം എന്താ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാറ. കണ്ണുകളും ഹൃദയങ്ങളും അഞ്ചിപ്പോകുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. സൂറത്ത് നൂർ 24-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വചനം. എന്താ അവരുടെ കച്ചവടം ഉണ്ടായി? പള്ളിമിനാരെന്ന് ബാങ്ക് കൊടുത്തു, നമസ്കാരത്തിലേക്ക് വാ, അതുവഴി വിജയത്തിലേക്ക് വാ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആ നമസ്കാരത്തിലേക്ക് വാ അല്ലേ? പ്രവാചക തിരുമേനി ചോദ്യരൂപം. ഗുരുനാഥൻ പ്രവാചകൻ ചോദിച്ചു ശിഷ്യഗണങ്ങളോട്, അല്ല, ഒരു പുഴ തൊട്ട് വീടിന്റെ സമീപത്തുകൂടെ ഒഴുകിപ്പോകുന്നു, അതിലാരെങ്കിലും 5 തവണ കുളിച്ചാൽ വല്ല അഴുക്കുണ്ടാവോ? ഇല്ല. അതുപോലെയാണ് നിസ്കാരം. ആ നിസ്കാരം മസ്ജിദിൽ വെച്ച് ഫർള് നിസ്കരിക്കാൻ അലീബിന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി, അദ്ദേഹം പറയാണ്, ഫർള് നിസ്കാരങ്ങാനും വീട്ടിൽ വെച്ച് നിർവഹിക്കാനായിരുന്നു ഇസ്ലാമിന്റെ വിധിയെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നവനാണെന്ന് ലോകത്തൊരാളും പറയില്ല. അത്ര സ്വകാര്യമായിരുന്നു എന്റെ നിസ്കാരം. പക്ഷെ ഫർള് അങ്ങനെ പറ്റില്ലല്ലോ. നാട്ടുകാർ കാണാൻ തന്നെ പള്ളിയിൽ പോണല്ലോ, അവിടെ എത്തണല്ലോ, ഫർളിൽ പങ്കെടുക്കണല്ലോ എന്നാ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മസ്ജിദ് എന്തിന്? അതാണ് അവിടെ വരുന്ന ആളുകളുടെ ക്വാളിറ്റി എന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ 29-ാം അധ്യായം 45-ാമത്തെ വചനമാണ്. നികൃഷ്ടമായ, മ്ലേച്ഛമായ, വൃത്തികെട്ട വാക്ക്, പ്രവൃത്തി, ചിന്ത എല്ലാറ്റിൽ നിന്നും വൈകാരികത വരുമ്പോ പോലും അയാൾ സൂക്ഷിച്ച് സംസാരിക്കുക. കാരണം എന്താ? വക്കുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ എന്ന ആയത്ത് മിമ്പറിൽ കേട്ട ആളായാള്. 17-ാം അധ്യായം 54-ാമത്തെ വചനം എന്താ? വക്കുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ. നബിയേ, എന്റെ അടിമകളോട് പറ നല്ലത് പറയാൻ, നല്ലത് പറയാൻ. വൈകാരികതയും ചീത്തയും രണ്ടും രണ്ട്. നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ കാലത്തെ ശരിക്ക് അപഗ്രഥിച്ചിട്ടല്ലാതെ പ്രബോധന രംഗത്തോ പ്രവർത്തന രംഗത്തോ ഇറങ്ങരുത് എന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തൊരു ലോകം ഉണ്ട് പറഞ്ഞില്ലേ? നമ്മുടെ വിസ്ഡമിന്റെ ഒരു ലോകം ഇപ്പം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആരാ നമ്മുടെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന് ചില ആളുകൾ വളരെ, അതായത് വ്യക്തികളെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് പറയും, മോനെ നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എന്നെ നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്റെ മനസ്സിൽ അമുസ്ലിമിന്റെ മുഖമാണ് മോനെ എന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ബിംബത്തെയും കല്ലിനെയും ആനയെയും പൂച്ചയെയും പശുവിനെയും ഒക്കെ ആരാധിച്ച്, എലിയൊക്കെ ആരാധിച്ച്, പാമ്പിനൊക്കെ ആരാധിക്കുന്ന ഒരു സമൂഹമല്ലേ ആദമിന്റെ മക്കൾ. അവർ നാളെ നരകത്തിന്റെ അകലുകാരാകാതിരിക്കാൻ അവരുടെ മുഖമാണ് എന്റെ മനസ്സിൽ. അഥവാ ഇസ്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു മനസ്സിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എന്ന് ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ചർച്ചകൾ കൊണ്ടൊന്നും നേടാനില്ല, ഉറപ്പാണ്. ആഭ്യന്തരമായ കലാപങ്ങൾക്ക് ശൈഥില്യത്തിന്റെ വർധനവുണ്ടാവുക എന്നതല്ലാതെ കൗടംബികമായ ശൈഥില്യം, വൈയക്തികമായ ശൈഥില്യം, മാനസികമായ വിഭ്രാന്തികൾ അതെല്ലാം സമ്മാനിച്ചുകൊണ്ട് ലോകത്തെ ഐക്യപ്പെട്ട ഏതൊരു ജനതയുടെ ഭിന്നതയും ലോകത്ത് രൂപപ്പെട്ടിട്ടുള്ളൂ. അവിടെയാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈകും യാ അയ്യുഹല്ലദീന ആമനു. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് ഖുർആൻ പറയുന്നത് നിങ്ങൾ വിശ്വാസികൾ, മുഅ്മിനുകൾ സഹോദരങ്ങളാണ്. വിശുദ്ധ ഖുർആന്റെ 49-ാം അധ്യായത്തിൽ പറയുന്നു അവിടെയാണ് ഐക്യത്തിന്റെ ബിന്ദുവിലേക്ക്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. 9-ാം അധ്യായം സൂറത്ത് തൗബ 71. സത്യവിശ്വാസികളും വിശ്വാസിനികളും കണ്ടാൽ കടിച്ചു കീറുന്ന ശത്രുക്കളാണ് എന്നല്ല റഹ്മാനായ റബ്ബ് പറഞ്ഞത്, മിത്രങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശ്ദിദാഉ അലൽ കുഫാർ റുഹമാഹു ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ. 48-ാം അധ്യായം 29-ാമത്തെ വചനം. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകൻ. നിങ്ങൾ ആരും നിഷേധിച്ചാലും അല്ലാഹു തെരഞ്ഞെടുത്ത പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ റുഹമാഹു ബൈനഹും, അവർക്കിടയിൽ നല്ല കാരുണ്യം, കാഫിറുകളോട്, സത്യനിഷേധികളോട് ആദർശപരമായ ശിദ്ദത്ത് അത് കാത്തു സൂക്ഷിക്കുന്നവർ. അങ്ങനൊരു ഉമ്മത്തിന്റെ കേന്ദ്രമാണ് മസ്ജിദ്. അങ്ങനൊരു ഉമ്മത്തിന്റെ കേന്ദ്രമാണ് മസ്ജിദ്. ആ മസ്ജിദിനെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് ബുഖാരി 431-ാമത്തെ ഹദീസ്, സഹീഹ് മുസ്ലിമിലും കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പള്ളി പുതുക്കി പണിതല്ലോ. മസ്ജിദുൻ നബവിയെ കൂടുതൽ വികസിപ്പിച്ചു, സൗകര്യമുണ്ടാക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഫണ്ടിൽ, സ്വന്തം സമ്പത്തിൽ നിന്ന് പള്ളി വികസിപ്പിച്ചപ്പോൾ ആളുകൾ പലതും പറഞ്ഞു. ഏത് കാലഘട്ടത്തിലും മനുഷ്യർ അത് പറഞ്ഞുകൊണ്ടിരിക്കും.
ആളുകൾ പലതും പറഞ്ഞപ്പോ പിന്നെ അതിനെപ്പറ്റി ആ സംസാരവുമായി മസ്ജിദിന്റെ വികാസവുമായി ബന്ധപ്പെട്ട് അനുകൂല പ്രതികൂല ചർച്ചകൾ വന്നപ്പോ പറയപ്പെടുകയാണ്, സ്വഹാബത്തെ അവരോട് പറയുകയാണ്, അതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ മസ്ജിദ്, അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ടൊരു മസ്ജിദ് നിർമ്മിച്ചാൽ സമാനമായ ഒരു വീട് സ്വർഗത്തിൽ അള്ളാഹു പണിതു കൊടുക്കും. അങ്ങനെ മഹത്തരമായ കർമ്മമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തത്. അതുകൊണ്ട് അനാവശ്യമായ സംസാരങ്ങൾ വേണ്ട കേട്ടോ എന്ന് സൂചന. സഹീഹുൽ ബുഖാരി. മനസ്സിലായില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരു പള്ളിയുണ്ട്, ഒരു നാട്, അവിടെ 19 വീടുകളുണ്ട്. ഒരു ചെറിയ പള്ളി, ഒരു 19 ആള്, ഒരു 10-75 ആള്, ഒരു 25 സ്ത്രീകൾക്ക്, ഒരു 19 പുരുഷന്മാർക്ക് വരാൻ നല്ല വൃത്തിയുള്ള മനോഹരമായ ലളിതമായ സിമ്പിളായ സൗകര്യമുള്ള ഖുർആനുള്ള തഫ്സീറുള്ള ഹദീസുള്ള സലഫുകളുടെ ചരിത്രമുള്ള ഇസ്ലാമിനെ പറ്റി സമഗ്രമായി പഠിക്കാനുള്ള ലൈബ്രറികളുള്ള എല്ലാ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായി തീരുന്ന ഒരു മസ്ജിദ് അത് ഉണ്ടായിക്കോട്ടെ. ഏതൊരു നാടുകളിലും അത് കലാപത്തിൻ്റെതല്ല, അത് അള്ളാഹുവിന്റെ ഇബാദത്ത് നിർവഹിക്കുന്ന പള്ളികൾ ഒരു സുപ്രഭാതത്തിൽ കൂട്ടിക്കിടക്കാൻ പാടില്ല. അതൊരു മുസ്ലിമിന്റെ പ്രവർത്തനം കൊണ്ട് പാടില്ല. പള്ളികൾ വരട്ടെ, പള്ളികൾ ഉണ്ടാവട്ടെ, അവിടെ ആരാധനകൾ നടക്കട്ടെ. അവിടെ നടക്കുന്ന ആരാധനകൾ തെറ്റുണ്ടോ തിരുത്തി കൊടുത്താൽ മതി. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്ത് നിസ്കരിച്ച് പള്ളിയിൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. അപ്പോ ഒരാൾ വന്ന് നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, പോയിട്ട് വീണ്ടും നിസ്കരിക്കാറുണ്ട്. അയാൾ വീണ്ടും നിസ്കരിച്ചു. നീ നിസ്കരിച്ചിട്ടില്ല, വീണ്ടും പോയി നിസ്കരിക്കാറുണ്ട്. അയാൾ വീണ്ടും നിസ്കരിച്ചു. വീണ്ടും വന്ന് പറഞ്ഞു, നിസ്കരിച്ചിട്ടില്ല മോനെ, പൊയ്ക്കോ, പോയി നിസ്കരിക്കുക, മടങ്ങിപ്പോ, വീണ്ടും നിസ്കരിക്കുക. ഒടുവിൽ അയാൾ ഗത്യന്തരല്ല, നബി ഇങ്ങനല്ലാതെ എനിക്ക് നിസ്കരിക്കാറുണ്ട്, എന്തെന്റെ തെറ്റ് കണ്ടോ? എന്താ നബി ഇങ്ങനല്ലാത്തൊരു നിസ്കാരം എനിക്കറിയില്ല, എന്താ നബി എന്റെ തെറ്റ്? അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു. രണ്ടും കൂടെ ബന്ധിപ്പിക്കാൻ നമുക്ക് നന്നായിട്ട് കിട്ടും. അത് ഏറ്റവും വലിയ കള്ളൻ ആരാണ്, മോഷ്ടാവ് ആരാണ് എന്ന് നിങ്ങൾക്കറിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഏറ്റവും വലിയ മോഷ്ടാവ് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് സ്വാഭാവികമായിട്ടും അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു റസൂലിനെ അറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലെ കള്ളനാണ് ഏറ്റവും വലിയ കള്ളൻ, നിസ്കാരത്തിലെ കള്ളനാണ്, മോഷ്ടാവാണ് ഏറ്റവും വലിയ മോഷ്ടാവ്. എന്താ നിസ്കാരത്തിലെ മോഷണം? റുക്കൂയിലെത്തിയോ എന്ന് ചോദിച്ചാൽ എത്തി, എത്തിയില്ലേ എന്ന് ചോദിച്ചല്ല, റുക്കൂയിലേക്ക് ഇങ്ങോട്ട് എത്തി, സ്പ്രിങ് പോലെ അവിടെ അടുത്തൊടുത്ത് വിട്ട് ഇങ്ങോട്ട് പൊങ്ങി. സുജൂദിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തി, ഇരുന്നോന്ന് ചോദിച്ചല്ല, അവനാണ് ഏറ്റവും വലിയ പെരുങ്കള്ളൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ സഹാബിയെ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന പള്ളിയിലാ പഠിപ്പിച്ചേ, പള്ളിയിൽ ഇരുന്നിട്ടാ പഠിപ്പിച്ചേ. പള്ളിയിൽ മൂത്രയിക്കാവോ, മൂത്രയിച്ചാ തടയാവോ എന്ന് വരെ പഠിപ്പിച്ചില്ലേ ഹദീസിൽ. ലോകപ്രസിദ്ധമായ സഹീഹുൽ ബുഖാരി പള്ളിയുമായി ബന്ധപ്പെട്ടെടുത്തല്ലേ പള്ളിയിൽ മൂത്രയിച്ച ആ മനുഷ്യന്റെ കഥ പറയുന്നത് അല്ലേ? അല്ലേ? വായിച്ചും പഠിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് വായിച്ചും മരിക്കണവരെ തീരൂ സുഹൃത്തുക്കൾ. ഇസ്ലാമിനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളുടെ എല്ലാം പൂർത്തീകരിച്ച സ്ഥലമാണ് മസ്ജിദ് നബവിയുടെ മേലെയുള്ള ലൈബ്രറി. നീ വിചാരിക്കില്ല, പക്ഷെ മസ്ജിദ് നബവിയിലെ ലൈബ്രറി മാത്രം കണ്ടു വന്നാൽ തന്നെ ഒരു 50 പുരുഷായിസ് അല്ലാഹു തന്നാൽ ആ ഭാഗത്തെ പുസ്തകം വായിച്ചെടുക്കാൻ പറ്റും. ഇസ്ലാമിനെ പറ്റി എഴുതിയ പുസ്തകങ്ങളാണ്. ഇവിടെ മനുഷ്യർക്ക് എവിടെയായിരുന്നു ഈ സമയം? ഇത് വായിക്കാനോ ഇത് പഠിക്കാനോ ഒഴിഞ്ഞിരുന്ന് തപസ്സായി, ജീവൽഗന്ധിയായി, ഒരു ലഹരിയായി. വായനയും പഠനവും ഒരു ലഹരിയായി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയാണ്, റുക്കൂയിലെത്തിയിട്ട് അവിടെ അടങ്ങി നിൽക്ക്. ഒരു വടി ഇങ്ങനെ വെച്ചാൽ അത് ലെവലിൽ അങ്ങനെ നിൽക്കണം. റുക്കൂയിലെത്തിയില്ല. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഈ പള്ളിയിലൊന്നും വരാതിരിക്കട്ടെ, ചെറിയൊരു കാലുവേദനയോ ചെറിയൊരു ഊരവേദന ഉണ്ടെങ്കിൽ, ഇനി അത്യാവശ്യം ഒരു പൈസ ഉള്ള ആളാണെങ്കിൽ കസാലയിൽ ഇരുന്നാലേ മെയിൻ ആവുമെന്ന് തോന്നുന്ന ഒരുപാട് ആളുകൾ. കസാലയിൽ ഇരുന്ന് സ്റ്റെപ്പ് കിട്ടിയാലേ റെഡിയാവും. മനസ്സുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല സുഹൃത്തുക്കളെ, അതൊക്കെ ഒരു അലങ്കാരമായി തീർന്ന കാലഘട്ടത്തിലാണ്. മനുഷ്യന് കഴിവുകളും വേദനയൊക്കെ ഉണ്ടാവും, കസേലയിൽ ഇരിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ ചില ആളുകൾക്ക് ഇരുന്നാലേ കാര്യം വരൂ എന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ശരിക്കും നിസ്കാരത്തിന്റെ മഹത്വവും പള്ളിയുടെ മഹത്വവും അറിയാത്തോണ്ടാണ്. ഞാൻ ഇന്ന് ഏതോ ഒരു പള്ളിയിൽ കയറിയപ്പോ അവിടെ ഒരു 25 കസേരയുണ്ട് പള്ളിയിലെ ഒന്നാമത്തെ സഭ. നല്ല മനുഷ്യന്മാര്, ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കേണ്ടത് വല്ലാത്തൊരു. ഇതൊക്കെ ആളുകൾ എന്താ അറിയോ, അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിച്ച് നിസ്കരിച്ച മഹാന്മാരായ ആളുകൾ. എങ്ങനെ? മദീനയുടെ ഏറ്റവും അറ്റത്തൊരു മനുഷ്യന് വീടുണ്ടായിരുന്നു. അവിടെ ഇങ്ങോട്ട് നടന്നെന്നാ അവിടെ എത്തുമ്പോഴേക്ക് അടുത്ത ബാങ്ക് കൊടുക്കും, പിന്നെ ഇങ്ങോട്ട് പോരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബത്ത് ചോദിച്ചു, ഇന്നൊക്കെ നിങ്ങളൊരു കഴുതയെങ്കിലും തരട്ടെ, ഒരു കോവർ കൈത അതിന്റെ മുകളിൽ കയറി. ഇല്ല, ഈ നടത്തത്തിന് ഒരു കാല് പൊന്നിക്കുമ്പോ അള്ളാഹുവിന്റെ പദവി ഉയർത്തുകയാണ്, ഒരു കാല് താഴ്ത്തു എന്റെ ഒരു പാപം പൂർത്തീരാണ്. അങ്ങനെ ചിന്തിച്ചൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇവിടെ മുട്ടിന് പള്ളി ഉണ്ടാക്കി കൊടുത്തു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരമാണ് മോനെ
അന്റെ ചുരുണ്ടുകൂടിയ ഉറക്കത്തെക്കാൾ ഉത്തമെന്നാണോ അതിന്റെ നേരെ ചൊവ്വയുള്ള അർത്ഥം? എണീറ്റ് പോ, നിസ്കരിക്ക്, അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ല് എന്ന പ്രഖ്യാപനം പള്ളിമിനാരങ്ങളിലൂടെ, കോളാമ്പിയിലൂടെ, കർണപുടങ്ങളിൽ വന്നടിച്ചു. പോരെങ്കിൽ അലാറം വെച്ചു. ഇല്ല സുഹൃത്തുക്കളെ, അള്ളാനെ മനസ്സിലാക്കിയിട്ടില്ല. ഈ അള്ളാനെ മനസ്സിലാക്കിയാൽ ഇതൊന്നും ഉണ്ടാവൂല. ചടകുട ആളുകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് സജ്ജദയിലെ 16 പടച്ചോൻ അങ്ങോട്ട് പേടിച്ചിട്ട് ചാടി ഇങ്ങോട്ട് അടിക്കുക. എന്നിട്ട് ഒദു ചെയ്ത് പള്ളിയിലേക്ക് നടക്കുക. വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുക. പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലി പടച്ചോന്റെ നാമോദ്ധരിച്ച് ബുഖാരിയിലെ ഹദീസ അങ്ങോട്ട് കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാതെ ആ മജ്ലിസിൽ ഇരിക്കരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്വപൂർണമായ ഇബാദത്തിന്റെ ചൈതന്യം മനുഷ്യന്റെ നെഞ്ചകത്ത് ഏറ്റിക്കഴിഞ്ഞാൽ അതൊരു മഹാസംഭവമായി തീരും. നിങ്ങൾ ഇഖാമത്ത് കൊടുക്ക് ബിലാലെ, ഞാൻ എന്റെ മനസ്സിനൊരു കുളിർമയും ഐശ്വര്യവും ഉണ്ടാക്കിക്കൊള്ളട്ടെ പടച്ചവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ച് ആരെങ്കിലും ഒരു മസ്ജിദ് പണിതാൽ സ്വർഗത്തിലെ ഒരു ഭവനമുണ്ട്. ഇബ്നു മാജ 727-ാമത്തെ ഹദീസ്. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, ജനവാസമുള്ള ഒരു പ്രദേശം ഒരാൾ സെലക്ട് ചെയ്യുന്നു. അവിടെ പള്ളിയില്ല. അവിടെ ഒരു കൊച്ചുപള്ളിയാണ് നിർമ്മിക്കാനും അത് വൃത്തിയായി സൂക്ഷിക്കാനും അതിൽ സുഗന്ധം പൂശി വെക്കാനും ആ പള്ളി പരിമളമുള്ളതാകാൻ. ഇന്ന് നാട്ടിലൂടെ നടന്നു പോയാൽ മൂത്രത്തിന്റെ ഗന്ധം ഉണ്ടായാൽ ഹിന്ദുവായ സഹോദരൻ ചോദിക്കും, ഇവിടെ മുസ്ലിം പള്ളി ഉണ്ടില്ലേ? ഏയ്, അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ജനവാസമുള്ളയിടത്ത് പള്ളി ഉണ്ടാക്കാനും അവിടെ അത് ശുദ്ധിയാക്കി വെക്കാനും അതുപോലെ തന്നെ അവിടെ സുഗന്ധം പൂശിപ്പിക്കാനും നബി നിർദ്ദേശം നൽകി. അബൂദാവൂദിന്റെ റിപ്പോർട്ട് 384-ാമത്തെ ഹദീസ്, ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ 19324-ാമത്തെ ഹദീസ്. ഉള്ളി തിന്നുപോലും മസ്ജിദിൽ വരരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ പടച്ചോനെ ആരാധിക്കുന്ന സൗമ്യഭാവേന അവിടെ വന്ന് എന്റെ നാഥന്റെ മുമ്പിൽ മനസ്സ് തുറന്ന് പടച്ചവനോട്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ, ഉർവത്ത് ബിൻ സുബൈർ ഒക്കെ കേട്ടിട്ടുണ്ടാവും. മഹാനായ സുബൈർ റളിയല്ലാഹുവിന്റെ മക്കൾ ഉർവത്ത് ബിൻ സുബൈർ പള്ളിയിൽ നിസ്കരിച്ച് പടച്ചോനോട് ദ്വേരന്ന് ഒരു മൂലയിൽ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു സുഹൃത്തുക്കളെ, ഒരു ചെറുപ്പക്കാരൻ വന്ന് നിസ്കരിച്ചിട്ട് വേഗത്തിൽ അങ്ങ് പോയി. ആ ചെറുപ്പക്കാരനെ മാടി വിളിച്ചു. ഇന്ന് നമ്മൾക്ക് മാടി വിളിക്കാം. അത് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഉർവത്ത് ബിൻ സുബൈർ ചോദിച്ചു, അല്ല മോനെ, നിന്റെ നാഥനോട് നിനക്കൊന്നും പറയാനില്ലേ? ഇത്ര വേഗത്തിൽ എഴുന്നേറ്റ് പോയത്? സലാം വീട്ടി കാട്ടി പ്രസവിച്ചതുപോലെ എഴുന്നേറ്റ് പോകുന്നവരെ ഫർള് നമസ്കാരത്തിന് ശേഷം ഭവനങ്ങളിൽ ഇരുന്നെങ്കിലും പ്രാർത്ഥിക്കാൻ, ദുആ ചൊല്ലാൻ, ദിക്ർ ചൊല്ലാൻ, അല്ലാഹുവിനെ വാഴ്ത്താൻ, ആയത്ത് കുർസി ഓതാൻ, അതുപോലെ മുഅബ്ബിദത്താനി ഓതാൻ, സൂറത്ത് ഇഖ്ലാസ് ഓതാൻ. അതേ അല്ലാഹുമ്മ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവനെ നിന്നെ ദിക്ർ ചൊല്ലാൻ, വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലേ? ഈ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത അവിടെയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഇതൊക്കെ സുബൈ നമസ്കാരവും വിശേഷവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്നുകൊണ്ടാണ്. ചില അപൂർവ നിമിഷങ്ങളിൽ പള്ളിയിൽ നിന്ന് സലാം വീട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നാരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ജാഹിലിയത്തിന്റെ അനുഭവങ്ങളുണ്ടോ എന്ന്. അങ്ങനെ എന്തൊക്കെ അനുഭവങ്ങൾ, എന്തൊക്കെ പ്രത്യേകതകൾ മസ്ജിദിനുണ്ട് എന്ന് നോക്ക്. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, അനസ് റളിയല്ലാഹു, ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞു പോവാണ്. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് അബൂദാവൂദിന്റെ 379-ാമത്തെ റിപ്പോർട്ടിൽ പറയാണ്, പള്ളികളുടെ കാര്യത്തിൽ ജനങ്ങൾ പരസ്പരം പൊങ്ങച്ചം കാണിക്കുന്ന, പേടിക്കണം നമ്മൾ. ഏതൊരു പള്ളി അലങ്കാരത്തിന്റെ മോടിയുടെ പ്രൗഢമായ ഭാവങ്ങളെ പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഒരു ഹദീസ് നമുക്ക് ഓർമ്മ വരണം. അനസ് റളിയല്ലാഹു അൻഹു, അബൂദാവൂദ് 379-ാമത്തെ ഹദീസ്. അതിൽ പറയാണ്, പള്ളികളുടെ കാര്യത്തിൽ ജനങ്ങൾ പരസ്പരം പൊങ്ങച്ചം പ്രകടിപ്പിക്കുന്ന അവസ്ഥ വന്നതിന് ശേഷമല്ലാതെ യൗമുൽ ഖിയാമ സംഭവിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാത്ത റസൂലുള്ളാഹി, സൂറത്ത് നജ്മ് 3-4 വചനം. വഹി അനുസരിച്ച് റസൂലുള്ളാഹി പറയണത്, പള്ളികൾ പൊങ്ങച്ചം കാണിക്കുന്ന, എത്ര വലിയ മുനാരങ്ങളാണ്
എത്ര ലൈറ്റുകളാണ്. ഒന്നുകൂടെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ജൂത ക്രിസ്ത്യാനികളുടെ ആരാധനാലയം അവരാക്കുന്നത് പോലെ എന്റെ ഉമ്മത്താക്കാതെ ഖിയാമത്ത് നാൾ വരൂല. നബിദിനത്തിന് ചുവന്ന ലൈറ്റും പച്ച ലൈറ്റും ക്രിസ്തീയ പള്ളികളിൽ അവരുടെ ആഘോഷത്തിന്റെ ഭാഗമാണ്. അത് അതുപോലെ നമ്മുടെ പള്ളികളിൽ വന്നു. ഇവിടുത്തെ സമസ്തക്കാരാലോചിക്കാൻ, മുഹമ്മദ് നബിയെ നിങ്ങൾ തൊണ്ട കൊണ്ട് സ്നേഹിച്ചു, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കാത്തവരെ അല്ലേ. വലമ്മായി യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും 49-ാം അധ്യായം 14-ാമത്തെ വചന. പറയാൻ ഒരുപാടുണ്ടാവല്ലോ സുഹൃത്തുക്കളെ. അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഈമാൻ കിടന്നിട്ടില്ല. നാവ് കൊണ്ട് ഈമാൻ പ്രഖ്യാപിച്ചു, തൊണ്ട തൊടാ സലാത്ത് ചൊല്ലി, പലതും ഉണ്ടായി. ഒന്ന് ആലോചിക്കണം. റസൂലുള്ളാഹി പറയാണ്, മസ്ജിദുകൾ ജൂത ക്രിസ്ത്യാനികൾ അലങ്കരിക്കുന്ന പോലെ എന്റെ ഉമ്മത്ത് അലങ്കരിക്കാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവൂല. അപ്പുറത്തെ ജോർജ് അലങ്കരിച്ച അതേ ലൈറ്റ് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് എടുത്തിട്ട് മുസ്ലിം പള്ളിയിൽ അലങ്കരിക്കുകയാണ്. ഓർക്കണേ, ഹബീബായ റസൂലുള്ളാഹിന്റെ ഈ വാക്ക്, അബൂദാവൂദിന്റെ ഈ റിപ്പോർട്ട് വായിക്കണം സുഹൃത്തുക്കളെ. അത് വരാതിരിക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് മസ്ജിദ് നബി അങ്ങനെ വന്നു. അദ്ദേഹം അത് വികസിപ്പിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തും അത് വന്നു. അന്ന് അതിന്റെ തൂണുകൾ ചെത്തിയ കല്ലുകൊണ്ട് മനോഹരമാക്കി. അതുപോലെ അതിന്റെ മേൽക്കൂരകൾ തേക്ക് കൊണ്ട് അതിന്റെ മേൽക്കൂര നിർമ്മിച്ചു. ഇതൊക്കെ ഹദീസുകളിൽ കാണാം. പള്ളിയോട് ആദരവും ബഹുമാനവും അള്ളാഹുവിന്റെ മസ്ജിദ് എന്ന നിലക്ക് അവർ കൈകാര്യം ചെയ്തതും സഹീഹ് ബുഖാരി 427-ാമത്തെ ഹദീസ്. പള്ളി നിർമ്മിക്കാൻ അമ്മാർ റളിയല്ലാഹു അൻഹു കേട്ടവരുണ്ടാവും. പള്ളി നിർമ്മിക്കാൻ വേണ്ടി 2 കല്ലുകൾ, നമ്മുടെ ചെങ്കല്ല് ഇങ്ങനെ ഒന്ന് തലയിൽ വെച്ച് അതിന്റെ മുകളിൽ തിരിച്ചു കല്ല് അങ്ങനെ കല്ല് കൊണ്ടുവന്ന് അമ്മാർ കൊണ്ടുവരുമായിരുന്നു. 2 കല്ലും താങ്ങി പിടിച്ചു പള്ളി നിർമ്മാണത്തിന് വരുന്ന അമ്മാറിനെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ അമ്മാറിന്റെ കാര്യം. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി ഒരു വലിയ യാഥാർത്ഥ്യം അമ്മാറിനോട് പറയാണ്, അമ്മാറേ, അക്രമികളുടെ കൈകളാൽ നീ വധിക്കപ്പെടും അമ്മാറേ, നിന്റെ കാര്യം ആശ്ചര്യപരമാണ് അമ്മാറേ. ഇനി പറയുന്ന വാചകം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനുമായി ബന്ധപ്പെടുത്തിക്കൊള്ളട്ടെ ഞാൻ. അമ്മാറേ, താങ്കൾ ശത്രുക്കളാൽ, അക്രമികളാൽ, തെമ്മാടികളാൽ, ഫാജിറുകളാൽ വധിക്കപ്പെടും അമ്മാറേ. അന്ന് താങ്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും. അതെന്താ പ്രത്യേകത? അമ്മാറേ, അവർ താങ്കളെ കൊല്ലുമ്പോഴും അല്ലാഹുവിലേക്ക് താങ്കൾ അവരെ ക്ഷണിക്കും, സ്വർഗത്തിലേക്ക് താങ്കൾ അവരെ ക്ഷണിക്കും, സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് താങ്കൾ അവരെ ക്ഷണിക്കും. അവരാകട്ടെ അമ്മാറേ, താങ്കളെ നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാർ ഇത് കേട്ടപ്പോ പറഞ്ഞു, കുഴപ്പങ്ങളിൽ ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു. സഹീഹ് ബുഖാരി 428. സഹോദരങ്ങളെ, അമ്മാറിന്റെ കാര്യം അത്ഭുതം. അമ്മാർ ശത്രുക്കളാൽ കൊല്ലപ്പെടുമെന്ന് മുഖത്ത് നോക്കി പ്രവാചകൻ പ്രവചിക്കുകയാണ്. അമ്മാർ കുഴപ്പങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നു. അമ്മാർ കൊല്ലപ്പെടുന്നു ശത്രുക്കളോട് തൗഹീദ് പറഞ്ഞുകൊണ്ട്. വയാ ഖൗമി മാലി യദഊകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. വയാ ഖൗമി മാലി യദഊകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു. എറണാകുളം സാൽവേഷന്റെ കറുത്ത ബോർഡില്, പ്ലാസ്റ്റിക് ബോർഡിൽ എഴുതി വെച്ച ആയത്ത് ഓർക്കുന്നുണ്ടോ? അത് 40-ാം അധ്യായം 41-ാമത്തെ വചനം. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് എന്താ പറ്റി? ഞങ്ങളെ നജാത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്. നമ്മുടെ ദൗത്യത. ഞാൻ ആദ്യം ഓതി വെച്ച സൂറത്ത് ആൽ ഇംറാനിലെ 96-ാമത്തെ വചനം ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അവസാനം എന്താ? വഹുദൽ ലിൽ ആലമീൻ. അല്ലേ? ലോകങ്ങൾക്ക് പ്രകാശമാണത്, ഹിദായത്തിന്റെ കേന്ദ്രമാണത്. അതാണ് ഹിദായത്തിന്റെ കേന്ദ്രമാണത്. ഇന്ന് പല മുസ്ലിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? പള്ളിയിൽ നേരത്തെ സൂചിപ്പിച്ച പ്രകാരമുള്ള അന്ധവിശ്വാസങ്ങൾ ഉച്ചഭാഷണിയിലൂടെ ഞാൻ പുത്തനതാണി താമസിക്കുന്ന ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്. നട്ടപ്പാതിര 2 മണി വരെ ഖുതുബിയത്താണ്. എന്താ ചവിട്ട് നടക്കാതെ മസ്ജിദിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അള്ളാഹു എങ്ങനെയാണ് അവരെ ശിക്ഷിക്കാൻ പോകുന്നത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യം. പരീക്ഷ, SSLC പരീക്ഷ നടക്കുന്ന നാട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട്, ഒരാണെങ്കിലും ഇല്ലേ ഈ നാട്ടിൽ? ഒരാണ് അലൈസ മിൻകും റജുലുർ റഷീദ്. ഒരു മസ്ജിദിന്റെ മുനാരത്തിന്റെ ഉച്ചസ്ഥായിലെ മൈക്ക് രാത്രി 2 മണിക്ക് ശബ്ദിക്കുമ്പോ ഒരാണായി പറഞ്ഞൊരുത്തൻ ആ നാട്ടില്. ഞാൻ പുത്തൻതാടുകാരെ കുറ്റപ്പെടുത്തില്ല, മുജാഹിദുകൾ ശബ്ദിച്ചിട്ടുണ്ട് അവിടെ. എന്നും അള്ളാന്റെ പള്ളി ശാന്തതയുടെ കേന്ദ്രമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അതാ പറയുന്നത്. ഒരു അമുസ്ലിമായ മനുഷ്യൻ,
ഒരു അമുസ്ലിമായ മനുഷ്യൻ നിങ്ങളെ പള്ളിയിൽ വന്ന് അഭയം തേടി അഭയം കൊടുക്കും. ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിച്ചത് പഠിപ്പിച്ച് സുരക്ഷിതമായി അവന്റെ വീട്ടിൽ കൊണ്ടായി കൊടുക്കുകയും സുരക്ഷിതമായി അവന്റെ വീട്ടിൽ കൊണ്ടായി കൊടുക്കുകയും. എനിക്ക് കേട്ടോളൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ശരിക്കൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ, എന്റെ സമുദായത്തിന്റെ ഉള്ള പ്രതിഫലം എനിക്ക് കാണിക്കപ്പെട്ടു. എന്റെ ഉമ്മത്തിന്റെ പ്രതിഫലം എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. എന്റെ ഉമ്മത്തിനുള്ള പ്രശ്നം എന്താണ്, അതുപോലെ എന്റെ സമുദായത്തിന്റെ പാപങ്ങളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. എന്നിട്ട് റസൂലത പറയണം, എന്റെ സ്ത്രീകളും പുരുഷന്മാരെ ഒക്കെ ശ്രദ്ധിച്ചോളി, എന്റെ ഉമ്മത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാനുള്ള പ്രതിഫലം എനിക്ക് കാണിക്കപ്പെട്ടു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂദാവൂദിന്റെ 390-ാമത്തെ ഹദീസ്, ഇമാം തുർമുദി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, തബ്റാനി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇത് കാണാൻ കഴിയും. എന്താ പറയുന്നത്? എന്റെ ഉമ്മത്തിന്റെ പ്രതിഫലം എന്റെ മുമ്പിൽ കാണിക്കപ്പെട്ടു, അതുപോലെ എന്റെ ഉമ്മത്തിന്റെ പാപങ്ങളും എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി പറയാണ്. ഒരാൾ, അതായത് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പള്ളിയിൽ നിന്ന് പൊടിപടലം നീക്കുന്നത് വരെ പ്രതിഫലം നൽകപ്പെട്ടതായി എന്റെ മുമ്പിൽ കാണിക്കപ്പെട്ടു എന്നാണ്. ഒരു പള്ളിയിലെ പൊടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അമുസ്ലിമായ മനുഷ്യൻ പള്ളിയിൽ മൂത്രയിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് കോപം വന്നു. അവരുടെ കോപം ന്യായമാണ്. അവർ മസ്ജിദിനെ കുറിച്ച് അവരുടെ ധാരണയുടെ അവസ്ഥയിൽ അവനോട് കോപിക്കുകയാണ്. റസൂലുള്ളാഹി ഒരു ആരോഗ്യശാസ്ത്രം കൂടി പഠിപ്പിക്കുകയാണ് അവിടെ. അരുത്, അവന്റെ മൂത്രം മുറിച്ചു കളയരുത്. കാരണം മൂത്രയിച്ചുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് ആരടാന്ന് വെച്ചാൽ സ്റ്റക്കായാൽ അത് മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞ അയാൾ മൂത്രയിക്കട്ടെ. മൂത്രയിച്ചൊക്കെ പൂർത്തിയായപ്പോൾ റസൂലുള്ളാഹി അയാളെ വിളിച്ചു ഷോൾഡറിൽ കൈവച്ചു. ആ റിപ്പോർട്ടർ പറയാണ്, 2 വിധത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് പറയാണ്, 2 വിധത്തിലാണ് ഞാൻ. ഒന്ന്, എടാ ഈ മസ്ജിദ് വളരെ ശാന്തമായി. റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു ക്രിസ്ത്യാനിയായ ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ഗുണങ്ങൾ അന്വേഷിച്ച് വന്നപ്പോ, അവിവേകികളോട് അവിവേകം കാണിക്കുമ്പോൾ ഏറ്റവും പക്വത കാണിക്കും ആ പ്രവാചകൻ എന്നാണ് ഒരടയാളം. റസൂലുള്ളാഹിന്റെ കോളർ അങ്ങോട്ട് പിടിച്ചിട്ട്, അതായത് റസൂലുള്ളാഹിനെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ട് ആ അവധി എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ അടുത്ത് എന്റെ പൈസ അങ്ങനെ നടക്കുകയല്ല, കോളർ പിടിച്ചു. അത് പരീക്ഷിക്കുകയായിരുന്നു റസൂലുള്ളാഹിനെ. അവിവേകിയോട് വിവേകത്തോടു കൂടി പെരുമാറുന്ന ലക്ഷണം വേദഗ്രന്ഥത്തിലുള്ളതാണ്. അതുണ്ടോന്ന് പരിശോധിക്കുകയാണ്. പൂർവ്വവേദങ്ങളിൽ റസൂലുള്ളാഹിന്റെ പ്രത്യേകത പറയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പള്ളിയിൽ മൂത്രയിച്ചാൽ വർഗീയ കലാപത്തിന്, കമ്മ്യൂണൽ റയോട്ടിന് വേറൊന്നും ആവശ്യമില്ല. അവിടെ എത്ര ആളുകളുടെ പ്രത്യുൽപാദന അവയവം അവിടെ കശാപ്പ് ചെയ്യപ്പെടുന്നുള്ളത് വേറെ ആലോചിക്കണം. ഞാൻ പറയുന്നത്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്ത്? അനുയായികൾ കോപിച്ചു. പക്ഷെ നേതാവ് അയാളുടെ ഷോൾഡറിൽ കൈവച്ചിട്ട് പറഞ്ഞു, അതെ, ഇത് അള്ളാഹുവിന്റെ മസ്ജിദാണ്. ഇവിടെ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ വാഴ്ത്തുക, അള്ളാഹുവിനോട് നിസ്കരിക്കുക, ഖുർആൻ പാരായണം, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്നോട് റസൂലുള്ളാഹിനോട് കരുണ കാണിക്കണേ, എന്നോട് കോപിച്ചവരോട് കരുണ കാണിക്കണേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി പള്ളിയിൽ എന്നിട്ട് റസൂൽ അടുത്ത റിപ്പോർട്ടിൽ പറയാണ്, റസൂൽ ഒരാളോട് ഇങ്ങനെയും കൂടെ പറഞ്ഞു, ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ ഒഴിച്ച് അതും കേൾക്കണം, പ്രശ്നം അവസാനിച്ചു. വർഗീയ കലാപല്ല അവിടെ, അതൊരു ചർച്ചയായില്ല. ആ പ്രവാചകനെയല്ലേ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും നമ്മൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് അനുധാവനം ചെയ്യേണ്ടത്. അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിച്ച ശിക്ഷ വരും. ഇനി ആ മസ്ജിദ് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, സാന്ദർഭികമായിട്ട് പറയണം. ഒരു മസ്ജിദിൽ ഒരാൾ ഇരിക്കെ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തു. അയാൾ ദോറിസ്കരിച്ചു, അവിടെ എങ്ങനെ ഇരുന്നു, പള്ളി കമ്മിറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അസർ ബാങ്ക് കൊടുത്തു. ഇന്ന് അയാൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാതെ പുറത്തു പോകാൻ പാടുണ്ടോ? ഞാൻ അടുത്ത പള്ളിയിൽ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് പോകാൻ പാടുണ്ടോ? ഇല്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ആ ബാങ്ക് കേൾക്കുമ്പോൾ അയാൾ പള്ളിയിലുണ്ടെങ്കിൽ അയാൾ പള്ളിയിൽ ആ ജമാഅത്തിന് കൂടണം. അത് കൂടാതെ പോയാൽ എന്താ പ്രശ്നം? ഹദീസുകളിൽ പരിശോധിക്കാൻ നമുക്ക്. ഒരാൾ പള്ളിയിൽ അങ്ങനെ വന്നു ബാങ്ക് കൊടുക്കും. അപ്പൊ അയാൾ പോകാനൊരുങ്ങിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞതേ, അള്ളാന്റെ റസൂൽ ബാങ്ക് കൊടുത്ത പള്ളിയിൽ ഇരിക്കവേ പോകാൻ പാടില്ല, അവരുണ്ട് അവിടെ ജമാഅത്ത് പങ്കെടുക്കണം പറഞ്ഞിട്ടുണ്ട്, അപകടമാണ്, പോകരുത്. അപ്പൊ അയാൾ എന്റെ കൂട്ടുകാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ പോയിട്ട് നിസ്കരിച്ചോളാം, നിസ്കാരം ഒന്നും ഇങ്ങനെ ഒഴിവാക്കുക. അയാൾ ഒട്ടകപ്പുറത്ത് കയറുന്നത് വരെ അവർ ഈ വാചകം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാ. അയാൾ അത് കിടക്കാതെ കയറി ഒട്ടകപ്പുറത്തേക്ക് കയറുകയും ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണ് പാറയിൽ കൈയടിച്ച് അയാളെ കൈപൊട്ടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തെ കൈ കൊണ്ട് തിന്നെന്ന് പറഞ്ഞപ്പോ ഒരാളെ എതിർത്തല്ലോ, അയാളെ കൈ പിന്നെ പൊങ്ങിയില്ല എന്നാണ്. അങ്ങനത്തെ പട്ടികയിൽ വരുന്ന ഒരു സംഭവമാണത്. പള്ളിയിലിരിക്കവേ ബാങ്ക് കൊടുത്താൽ ആ ജമാഅത്ത് പങ്കെടുക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ഈ വിഷയകമായി വ്യാപകമായി പഠിക്കേണ്ട കാര്യമാണ്.
പള്ളിയിൽ കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ നബി എടുത്തു നിസ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നോക്കൂ, ഓരോ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞൊരു വാചകം വിട്ടു, അതോട് പറഞ്ഞുതരാം. അതായത് എന്റെ ഉമ്മത്ത് പള്ളിയിൽ നിന്ന് ഒരു പൊടി നീക്കുന്നത് വരെ പുണ്യകരമായി രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടു, എന്റെ മുമ്പിൽ കണ്ടു അവരുടെ പ്രതിഫലം. രണ്ടാമത്തെ കാര്യം ഗൗരവമാണ്, ഞാനും നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഞാനിത് എനിക്ക് വലിയ സങ്കടം തോന്നിപ്പോവാണ്. പല കാര്യങ്ങളും പണ്ട് പഠിച്ച അത്ര ആയത്തെ നമുക്ക് ഇപ്പൊ ഓർമ്മയില്ല. ആ റസൂലുള്ള പറയാണ്, ആ ഹദീസിൽ പറയാണ്, അബൂദാവൂദിന്റെ റിപ്പോർട്ടിലെ 390 ഹദീസിൽ പറയാണ്, ഒരാൾക്ക് ഖുർആനിൽ നിന്ന് ഒരധ്യായമോ അല്ലെങ്കിൽ ഒരായത്തോ അയാൾക്ക് പഠിപ്പിക്കപ്പെട്ടു, ഗുരുനാഥനാൽ അയാൾ പഠിച്ചു, എന്നിട്ട് ആ അധ്യായം അയാൾക്ക് മറന്നുപോവുക, ആ ആയത്ത് അയാൾക്ക് മറന്നുപോവുക. എന്നിട്ട് റസൂലുള്ള പറയാണ്, അതിനേക്കാൾ വലിയൊരു പാപമുള്ളതായി എനിക്ക് കാണിക്കപ്പെട്ടതിലില്ല, അത്ര വലിയ പാപമായിട്ടാണ് അത് കാണിക്കപ്പെട്ടിട്ടുള്ളത്. എന്തൊരവസ്ഥയാണ് നമ്മുടെ. ഓതാൻ സമയമില്ല, ആയത്തോതാൻ സമയമില്ല, പ്രസംഗിക സമയമില്ല, ക്ലിപ്പിംഗ് കട്ട് ചെയ്യേണ്ട നേരാണ്. ആ ക്ലിപ്പിംഗ് അപ്പുറം കട്ട് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ. അങ്ങനെ വന്നപ്പോ എന്തുണ്ടായി? ആയത്തറിഞ്ഞില്ല. സെയ്ദ് മൗലവി രണ്ടത്താണി അടുത്താണല്ലോ. ഉമർ മൗലവി പറയാറുണ്ടായിരുന്നു, സെയ്ദ് മൗലവിക്ക് പനിയാന്ന് കേട്ടു, ഞാൻ എന്റെ സ്നേഹിതനെ കാണാൻ ചെന്നു. സെയ്ദ് മൗലവി രണ്ടത്താണി ഒരു കടത്തിണ്ണയുടെ ആ ചാരുപടി ഇതിൽ അദ്ദേഹം കിടക്കണ ഒരു ടാറപ്പായ ഇങ്ങനെ താത്തിയിട്ടുണ്ട്. എന്റെ കണ്ണുകളും നിറഞ്ഞു പോയി. സെയ്ദ് മൗലവി ഒക്കെ നിന്ന നിപ്പിൽ എത്ര ആയത്തുകൾ, ആ ആയത്തിന് അനുസരിച്ച് വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുമ്പോൾ മാലപ്പാട്ടിൽ ഷിർക്കിന്റെ വശം വരും. അതിനെതിരായ ആയത്ത് ഉദ്ധരിക്കും, ഹദീസുകൾ ഉദ്ധരിക്കും. ആയത്തുകൾ ഉദ്ധരിക്കാൻ സമയം എവിടെ? എവിടെ? വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ് പള്ളികളിലും പള്ളി പരിസരങ്ങളിലും അതിന്റെ തൊട്ടടുത്തുള്ള വീടുകളിലും മുഴക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞിട്ട് സംഗീതം അരങ്ങ് തകർക്കുന്ന പങ്കജുദാസിന്റെ ഉഷാവുതുപ്പിന്റെ ഗാനമേളകൾ അരങ്ങ് തകർക്കുന്ന നമ്മുടെ മൊബൈലുകളിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വെച്ച്, എയർഫോണുകൾ വെച്ച് സംഗീതത്തിൽ മുഴുകി ട്രെയിന് വരുന്നത് പോലും കാണാതെ മരിച്ചു പോകുന്ന ആയിരക്കണക്കിന് യുവതി യുവാക്കളുള്ള ഒരു ലോകത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നൊരായത്ത് പഠിച്ചിട്ടത് മറന്നുപോയാൽ അതാണത്രേ പാപങ്ങളിലെ വലിയവൻ പാപം. സഹോദരങ്ങളെ, എന്തൊക്കെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്ത്രീകളുടെ പള്ളിപ്രവേശനമാണ് മറ്റൊന്ന്. സ്ത്രീകളുടെ പള്ളിപ്രവേശനമാണ് മറ്റൊന്ന്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമാണോ, അനുവദനീയമാണോ, ജായിസാണോ, എന്താണ്? അവർക്ക് പോയാൽ പുണ്യമുണ്ടോ, എന്താണ്? ഹറാമാണ് എന്ന് പറയുന്ന ഒരു തെളിവും ഒരു രേഖയുമില്ല. 150-ലധികം വരുന്ന ഹദീസുകൾ വിവിധങ്ങളായ സംഭവങ്ങളുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിമിൽ 666 ഹദീസ്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഭർത്താക്കന്മാരെ നിങ്ങൾ അവരെ തടയരുത് എന്ന് മുസ്ലിമിലെ 666 ഹദീസ്. സഹീഹ് മുസ്ലിം ഒരൊറ്റ ദഈഫായ ഹദീസും അതിലില്ല. ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിമിലും അതില്ല. ഇമാം ബുഖാരിയുടെ ബാബിൽ നമ്മൾ വായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. സഹീഹ് മുസ്ലിമിൽ ഇബ്നു ഉമറിൽ നിന്ന്, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന 669 ഹദീസ്, ഭാര്യമാർ അനുവാദം ചോദിച്ചാൽ പള്ളികളെ തൊട്ട് നിങ്ങൾ തടയരുത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, അല്ലാഹുവിന്റെ മസ്ജിദുകളെ തൊട്ട് നിങ്ങൾ അവരെ തടയരുത്. ഉന്നനിസാഉൽ മുഅ്മിനാതി യശ്അദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹദീസുകൾ, എത്ര ഹദീസുകൾ. ആതിഖ ബീവി പള്ളിയിൽ പോകുന്നത് ഭർത്താവിന് എതിർപ്പുണ്ടായിരിക്കെ എന്തേ നിങ്ങൾ പോകുന്നത് എന്ന ചോദ്യത്തിന് സഹീഹ് ബുഖാരി, എന്താണ് എന്റെ ഭർത്താവ് തടയാത്തത്? അത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ് എന്ന ഹദീസ് ഉള്ളത് കൊണ്ടാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മകൻ പറഞ്ഞതായി ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതെ, ലാ തംനഉ നിസാ മിനൽ ഖുറൂജി, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, നിങ്ങൾ സ്ത്രീകളെ തൊട്ട് തടയരുത്. മിനൽ ഖുറൂജി ഇലൽ മസ്ജിദി ബില്ലൈൽ, രാത്രിയിൽ പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീകളെ നിങ്ങൾ തടയരുത്. അല്ലാഹുവിനെ സൂക്ഷിച്ചും അല്ലാഹ് പഠിപ്പിച്ച വേഷവിധാനങ്ങൾ ഡ്രസ് ധരിച്ചും ഇസ്ലാമിന്റെ ഡ്രസ് കോഡുകൾ സൂക്ഷിച്ചും കൊഞ്ചിക്കൊഴയാതെ വിനീതരായി പുരുഷന്മാരുടെ മുഖത്ത് നോക്കാതെ അല്ലാഹുവിനെ പേടിച്ചു വിനയാന്വിതരായി കടന്നു പോകുന്ന സ്ത്രീകളെ നിങ്ങൾ തടയരുത്. സഹീഹ് മുസ്ലിം 672 വചനം, 673 വചനം, 2 ഹദീസുകളിലും ഇത് വന്നിരിക്കുന്നു. എന്ത്? സ്ത്രീകളെ രാത്രിയിൽ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാലും അവരെ നിങ്ങൾ തടയരുത് എന്ന്. അതുപോലെ തന്നെ
സുഗന്ധത്തിന്റെ പുക. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സുഗന്ധമുണ്ടാക്കുന്നതിന്റെ പുക ശരീരത്തിൽ അടിച്ച സ്ത്രീ, സുഗന്ധ പൂശിയ സ്ത്രീയും കൂടിയല്ല, സുഗന്ധത്തിന്റെ പുക പോലും ശരീരത്തിലായ സ്ത്രീയെ പള്ളിയിൽ നിങ്ങൾ പറഞ്ഞേക്കരുത്, അവളെ തടുക്കണമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് മുസ്ലിം 675-ാമത്തെ ഹദീസ്. ഇനി നോക്കൂ, കുട്ടികൾ ഉള്ള പള്ളിയെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, ഞാൻ ദീർഘമായി ഖുർആൻ ഓതാൻ വിചാരിക്കും, കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുത്തോണ്ടാ കുട്ടികളെ കരച്ചിൽ കേൾക്കുന്നത്, മനസ്സിലായോ? പള്ളിയിൽ സ്ത്രീകൾ, കുട്ടികൾ, ആ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോ ഞാൻ ഖുർആൻ ചുരുക്കും. 666-ാമത്തെ വചനം സഹീഹ് ബുഖാരി. ആലോചിച്ചു നോക്കൂ, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം. അതുപോലെ തന്നെ സ്ത്രീകളുടെ സഫിനെ കുറിച്ച് സഹീഹ് ബുഖാരി, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈർ, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈർ, ഏറ്റവും പിറകിലുള്ള സഫാണ്. പുരുഷന്മാരിൽ സഫിൽ ഏറ്റവും ഖൈർ, മുന്നിലുള്ള ഖൈറാണ്. പുരുഷന്മാരിൽ സഫിൽ ഏറ്റവും ഷർറ് പിന്നിലുള്ളതാണ്. കാരണം പിന്നിലെ സഫ് ഷർറാകാനുള്ള കാരണം അതിനോട് ചേർന്ന് മറയില്ലാതെ സ്ത്രീകൾ നിൽക്കുന്നു എന്നതാണെന്ന് ചിന്തിക്കാൻ അതിബുദ്ധിയുടെ ആവശ്യമില്ല. ദാരിമിമാരെ, ഫൈസിമാരെ, സഖാഫിമാരെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ റസൂലിന്റെ വാചകങ്ങളോട്, റസൂലുള്ള പഠിപ്പിച്ച ആശയങ്ങളോട് നമ്മളെല്ലാവരും കൂറു പുലർത്തിയാലല്ലാതെ 59-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹി വമൻ യഹ്സില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന എന്നല്ലാഹു ഫലാ വറബ്ബിക لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സൂറത്ത് നിസായിൽ 65. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. നിഷേധത്തിന്റെ ലാം രണ്ട് തവണ ആലോചിച്ചു. ഫലാ, അവിടെ ഒരു ലാമുണ്ട്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. പടച്ചോനെ തന്നെയാണ്, നിന്റെ നാഥനെ തന്നെയാണ് നബിയെ, അവർ മുഅ്മിനാവുകയില്ല. എന്ത് കാരണം കൊണ്ട്? അള്ളാന്റെ റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചിട്ട് മനസ്സിൽ ചൊറിച്ചിലുണ്ടാവുക. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മകൻ ബിലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എന്റെ ഓർമ്മകൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ പള്ളിയിൽ പറഞ്ഞേക്കില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്ന ഹദീസ് ഉണ്ടായിരിക്കെ ഹബീബായ റസൂലുള്ളാഹ് നിങ്ങളുടെ ഭാര്യമാര് പള്ളിയിൽ പോകാൻ ആഗ്രഹിച്ചാൽ അവരെ തടുക്കരുത് എന്നുള്ള ഹദീസ് ഉണ്ടായിരിക്കെ നീ തടുക്കുവോ എന്ന് മോനോട് ചോദിക്കാൻ അബ്ദുല്ലാഹി ഉമർ. ഞാൻ തടുക്കുന്നു പറഞ്ഞു. നിങ്ങൾക്കറിയോ, ആ ഹദീസിന്റെ റിപ്പോർട്ടിൽ വിശദമായ ചർച്ചയിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്ന്, മരിക്കുന്നവരെ ആ മകനോട് അദ്ദേഹം മിണ്ടിയിട്ടില്ല. രണ്ട്, ചെസ്റ്റിൽ ഒരു പഞ്ച് വെച്ചു കൊടുത്തു, ഒരു ഇടി വെച്ചു കൊടുത്തു എന്നാണ്. അള്ളാന്റെ റസൂലിന്റെ വചകം ഞാൻ പറഞ്ഞിട്ട് നീ അത് തള്ളിക്കളയുകയോ? അതാണ് ഹബീബായ റസൂലുള്ളാഹിനോട് അവർക്കുണ്ടായിരുന്ന സ്നേഹം. മനസ്സിൽ ചൊറിച്ചിലുണ്ടായ പോലും മുഅ്മിനാവൂല എന്നാ. താടി നീട്ടണം എന്ന് പറഞ്ഞു, മനസ്സിൽ ചൊറിച്ചിലുണ്ടാവുക. മീശ വെട്ടണം എന്ന് പറഞ്ഞു, ചൊറിച്ചിലുണ്ടാവുക. നരിയാണയുടെ മേലെ തുണി എടുക്കണം എന്ന് പറഞ്ഞു, ചൊറിച്ചിലുണ്ടാവുക. ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാവാത്ത മനസ്സറിഞ്ഞത് ഉൾക്കൊണ്ടാലല്ലാതെ മുഅ്മിനാവൂല. എത്തൊക്കെ വിഷയങ്ങൾ സുഹൃത്തുക്കളെ. ഞാൻ ഇവിടെ എല്ലാവരോടും പറയണം, നമ്മള് അമുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണം എന്നുള്ള ബോധം ഒരു സെക്കൻഡ് മറക്കാൻ പാടില്ല. നമ്മൾ ഈ നാട്ടിലാണെന്നുള്ള ബോധം അത് മറന്നിട്ടുണ്ട് ഒരുപാട് കാലം. പലരും പല കാരണങ്ങളാണ്. മനുഷ്യൻ കുറെയൊക്കെ പഠിക്കുക, പക്വത സ്വീകരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, തിരുത്തുക. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല വിശ്വാസി. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 135-ാമത്തെ വചനമാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചിട്ടുണ്ട കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് ഫിത്ന ഉണ്ടാവും പള്ളിയിൽ, പോണ്ട. ഫിത്നന്റെ അങ്ങാടിയിലും ഉണ്ട്, ഫിത്നന്റെ കല്യാണത്തിനും ഉണ്ട്, ഫിത്നന്റെ സ്കൂളിലും ഉണ്ട്. മനസ്സിലായോ? ഫിത്ന പള്ളിയിൽ മാത്രമല്ല, പള്ളിയിൽ ഫിത്ന താരതമ്യേന കുറയും. പിന്നെ പള്ളിയിലും കുഴപ്പമുണ്ടാക്കാനാ നീയത്ത് വെച്ച് പോന്നവനാണെങ്കിലോ ഓന്റെ പള്ളിയിലേക്ക് പോണ്ട. ഏത് പള്ളിയിൽ സ്ത്രീകളെ വന്നാ കുഴപ്പമുണ്ടാവൂലേ എന്ന് തോന്നുന്നത് മനസ്സിനൊരു തരം ലോകം ഉണ്ടായിട്ടാണ്. പെണ്ണിനെ കാണുന്നിടത്തൊക്കെ അവന് വേറെ ചിന്തയായതുകൊണ്ട് അവനത് തോന്നി. പള്ളിയിലേക്ക് വരുന്ന പെണ്ണിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തല്ല, അതുകൊണ്ട് നമുക്ക് ഒരു വിഷയമല്ല. ഏത് തയമ്പ് പടയാവൂലേ ഇങ്ങനെ കാണുള്ള ഒരു കാലത്ത് പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മളൊന്നും പറയാറില്ല, ഓരും പറയാറില്ല. കാരണം വേറെ കുറെ പ്രശ്നം. ഇവിടെ തയമ്പുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് ഇവിടുത്തെ മുടി വിൽക്കണോ വിൽക്കണ്ടേ എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ളത്, അല്ലേ? ലോകം മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സ്ത്രീകൾ പള്ളിയിൽ വരുന്ന എന്തിനാ? ചില സ്വഹാബ വനിതകൾ സൂറത്ത് ഖാഫ് പഠിച്ചത് റസൂലുള്ളാഹി വെള്ളിയാഴ്ച ഓതിയിട്ടാണ്.
വെള്ളിയാഴ്ച റസൂലുള്ള മിമ്പറിൽ അതുപോലെ നിസ്കാരത്തിൽ സൂറത്ത് ഖാഫ് 50-ാം അധ്യായം അത് ഓതി കേട്ടിട്ട് മനപ്പാടാക്കിയ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവിടെ, അല്ലേ? പള്ളി അടിച്ചു വാരി ഒരു സ്ത്രീ അല്ല ഒരു പുരുഷൻ റിപ്പോർട്ടിൽ, പ്രബല റിപ്പോർട്ട് അതൊരു സ്ത്രീയായിരുന്നു എന്നുള്ളതാണ്. ഒരു കറുത്ത സ്ത്രീ. ഒരുപാട് പരിശോധിച്ചാൽ കാണാം, 2-3 റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ കാണാം, രണ്ടിലും പ്രബലാഭിപ്രായം. അതുകൊണ്ടാണ് എന്ത് നമ്മൾ പറയുന്നത്, ആ റിപ്പോർട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നത്, നിങ്ങള് അവളുടെ ദുല്ലൂനി അലാ ഖബരിഹാ, അവളുടെ ഖബറിനിക്ക് ഒന്ന് കാണിച്ചേരീ എന്ന് പറയുന്നു, അല്ലേ? അപ്പൊ അവിടെയൊക്കെ പഠിച്ച മനുഷ്യന് മനസ്സിലാക്കാത്ത എന്താ ഉള്ളത്? ഒരു നല്ല മനസ്സുണ്ടായത്, വിനയപ്പെട്ടൊരു മനസ്സുണ്ടായത്. ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ നിഷേധിക്കൂല എന്നുള്ളൊരു മനസ്സുണ്ടോ? മനസ്സിലാകണവരെ ചിലപ്പോൾ വിവരക്കേടൊക്കെ ഉണ്ടാവാം. ഞാൻ മനസ്സിലാക്കിയ പിന്നെ ഇനി അത് ആവർത്തിക്കൂല എന്നുണ്ടോ? എന്നാൽ വിശ്വാസിയാണ്, ഓൻ അല്ലാഹു രക്ഷപ്പെടുത്തും. സൂറത്ത് മുജാദില 11-ാമത്തെ വചനമാണ്. അറിവുള്ളവർ അല്ലാഹു പദവി ഉയർത്തും, വിശ്വാസികൾക്ക് അല്ലാഹു പദവി ഉയർത്തും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, സഹീഹ് ബുഖാരിയിൽ 793-ാമത്തെ ഹദീസ്, 819-ാമത്തെ ഹദീസ്, 664-ാമത്തെ ഹദീസ്, മുസ്ലിമിലെ 665-ാമത്തെ ഹദീസ്, ഇതിലൊക്കെ കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിമിലെ 665-ാമത്തെ ഹദീസിൽ എന്താ ഉള്ളത് അറിയും? ഒറ്റ തുണിയുള്ള സഹാബിമാരുണ്ടായിരുന്നു. അതായത് തുണി ഇങ്ങനെ കഴുത്തുകൂടെ ഇങ്ങനെ കെട്ടും, അതായത് തുണീന്റെ രണ്ടറ്റം ഇങ്ങനെ ഓപ്പോസിറ്റ് ദിശയിൽ ഇവിടെ ഇങ്ങനെ കെട്ടും, ഇങ്ങനെ കെട്ടിയിട്ട് നിസ്കരിക്കും. അപ്പൊ അവർ റുക്കൂയിൽ സുജൂദ് പോയാൽ ഒരു പക്ഷേ അവരെ കാൽമുട്ടിന്റെ മീതെ, അതായത് പള്ളഭാഗത്തിന്റെ മീതെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിളിച്ചു പറയപ്പെട്ടു എന്നാണ് ഒരു സഹാബി പറഞ്ഞു എന്നാണ്, സ്ത്രീകളെ, പുരുഷന്മാര് സുജൂദിന്ന് ഉയർന്നിട്ടല്ലാതെ നിങ്ങളെ തല ഉയർത്താൻ പാടില്ല. അതാണ് സഹീഹ് മുസ്ലിമിലെ 665-ാമത്തെ ഹദീസ്. അപ്പൊ എന്ത് മനസ്സിലായി? പുരുഷന്റെ പിന്നിൽ സ്ത്രീകൾ നിന്നിരുന്നു എന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയ പിന്നെ എക്കച്ചക്ക വേണ്ട, മനസ്സിനൊരു ഡൗട്ട് വേണ്ട, ഉറപ്പിക്കുക. തെളിവിനാണ് ബലം. ആ തെളിവ് കൊണ്ട് ഉറക്കുക, പള്ളിയിൽ പോകാൻ ശ്രമിക്കുക. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. പള്ളി ആരാ പരിപാലിക്കേണ്ടത്? മസ്ജിദ് ആരാ പരിപാലിക്കേണ്ടത്? പലപ്പോഴും സൂറത്ത് തൗബയിലെ 18-ാമത്തെ വചനം വെച്ച് പള്ളി കമ്മിറ്റി ഫോം ചെയ്ത് എത്ര മുജാഹിദ് മഹല്ലുണ്ടാവും, ജമാഅത്തെ ഇസ്ലാം ഉണ്ടാവും, സൂചിച്ചു. പള്ളി പരിപാലന കമ്മിറ്റിയിൽ ആരാ വരേണ്ടതെന്ന് അള്ളാഹ് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു തന്നു. നമ്മളൊരു അല്പമൊക്കെ രാഷ്ട്രീയ പിടിപാടുള്ള, നിരാണ്ടതായ, എന്തായാലും തുണി ഉടുക്കൽ നിർബന്ധമുള്ള, നിസ്കരിക്കാത്ത, ബാങ്ക് കൊടുത്താലും കിടന്നുറങ്ങുന്ന പൈസക്കാരനായ രാഷ്ട്രീയത്തെ പിടിപാടുള്ള ഒരാളെ പ്രസിഡന്റ് ആക്കണം. അത് എന്ന് മാറുന്നു അന്ന് മഹല്ലെന്നോ. അല്ലാഹുവിന്റെ മസ്ജിദ് അത് പരിപാലിക്കേണ്ടത് ആരാണ്? അത് പരിപാലിക്കേണ്ടത് 5 ഗുണങ്ങളുള്ളവരാണ്. ഒന്ന്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം. ഏത് വിശ്വാസം? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലാഹു പറയാ സൂറത്ത് അൻആമിൽ പറയാണ്, അവർ, അതായത് അല്ലാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ് കലർത്താതെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഈ ദുൽമ കൊണ്ട് എന്താ ഉദ്ദേശം? വല്ല അക്രമവും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ഇന്ന ശിർക ലദുൽമുൻ അലീം. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 13-ാമത്തെ വചനം. ശിർക്കാകുന്ന ദുൽമ, ആ ദുൽമ വരാതിരിക്കാൻ. അപ്പൊ ഞാൻ പറയുന്നത്, ശിർക്ക് തൗഹീദുള്ള ആള്, ശിർക്ക് ചെയ്യാത്ത ആള്, സൃഷ്ടികളെ ജീവിതത്തിൽ ഒരിക്കലും വിളിക്കാത്ത ആള്, കല്ലും മുള്ളും ആരാധിക്കാത്ത ആള്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരാള്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തതോ, ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളാവണം, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളാവണം. വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ എന്ന് ഖുർആൻ 17-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ പറഞ്ഞ മുഅ്മിനാകണം, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ എന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാകണം. ഗുണം 2. ഗുണം 3, അയാൾ 5 നേരം നിസ്കരിക്കുന്ന ആളാവണം. അയ്യുൽ അഅമാലു അഹബ്ബു ഇലല്ലാഹി തആല. അബ്ദുല്ലാഹി മസ്ഊദിന്റെ ചോദ്യമാണ്, അയ്യുൽ അഅമാലു അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാ? അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ വക്തിൽ. ഒന്നാമത്തെ സഫിൽ പള്ളിയിലെ പ്രസിഡന്റ് ബാങ്ക് കൊടുക്കട്ടെ, പള്ളിയിലെ പ്രസിഡന്റിന് ഇമാമത്ത് നിൽക്കാൻ കഴിയട്ടെ. ഇമാമിന് അസുഖമായി കിടക്കുമ്പോ പള്ളിയിലെ പ്രസിഡന്റും പണക്കാരനും ഇമാമത്ത് നിൽക്കാൻ കഴിയട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കോടീശ്വരനായിരുന്നു, ഒരുപാട് ആളുകൾ പണക്കാരായിരുന്നു, അവരാലിമകളായിരുന്നു, അവർക്കതിന് സാധിക്കട്ടെ എന്നാണ് പുതിയ നമ്മൾ ഖുർആനും സുന്നത്തും പഠിക്കുന്നത് മനസ്സിലാകിയത്. അപ്പൊ 3-ാമത്തെ ഗുണം നിസ്കാരം. കാസർഗോഡ് ജില്ലയിലെ സാധു വ്യാഴാഴ്ച രാത്രി മുഴുവനും വലിയ പള്ളി വൃത്തിയാക്കി കിടന്നുറങ്ങി.
വെള്ളിയാഴ്ച സുബൈന്റെ ബാങ്ക് കൊടുക്കാൻ കുറച്ചു സമയം ലേറ്റ് ആയി പോയി. അപ്പൊ ആ പള്ളി പ്രസിഡന്റായ ആചാര്യ മറ്റു പള്ളിയിൽ നിന്നൊക്കെ ബാങ്ക് കേട്ട് മൂപ്പരിങ്ങനെ കിടക്കുകയാണ്. ഇന്നലെ മൂപ്പരെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവനൊരു ഞെട്ടിക്കും, എന്താടാ ഈ ബാങ്ക് കൊടുക്കാത്ത? ഞാൻ അങ്ങനെ ബാങ്ക് കേട്ട് കിടക്കുകയല്ലോ മറ്റു പള്ളിയിൽ നിന്ന്. അതെന്താ? അയാൾക്ക് വന്നിട്ട് ഈ സാധു ഉറങ്ങിപ്പോയി, വ്യാഴാഴ്ചയല്ലേ പള്ളിയൊക്കെ വൃത്തിയാക്കിയപ്പോ ആ സാധു ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിണ്ടാവും. അയാൾക്ക് വന്ന് വിളിച്ചൂടെ? അയാൾക്ക് ബാങ്ക് കൊടുത്തൂടെ? ബാങ്കിന്റെ പുണ്യമെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ നറുക്കിടുമായിരുന്നു, നിങ്ങൾ മത്സരിക്കുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താ കൊടുത്തൂടെ? അവിടൊക്കെ മനുഷ്യനാ. ഈ കാപ്പാട് പള്ളിയിൽ ഒരു മനുഷ്യൻ, ഞാൻ ആ ആളും തരുമെന്നല്ല പറയും, അയാള് ഖതീബായ അവിടെ ചുമതലയെ ഖതീബായുടെ അയാൾ അവിടെ ജോലി ഏറ്റിട്ട് ഒരു ലോറിസ്കാരത്തിന് അവിടുത്തെ മുഅദ്ദിൻ എവിടെയോ പോയിട്ട് അയാൾക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഈ ഖതീബ് അയാളെ റൂമിലിരിക്കുകയാണ്. വന്നിട്ട് പള്ളി കമ്മിറ്റിക്കാർ ചോദിച്ചു, അല്ലോ സാർ നിങ്ങൾ ഇവിടെ അല്ലേ, നിങ്ങൾക്ക് ബാങ്ക് കൊടുത്തൂടെ? എനിക്ക് ഖുതുബക്കെ ഞങ്ങൾ ശമ്പളം തരുന്നുള്ളൂ, ബാങ്ക് കൊടുക്കാനല്ല. ഈ കൗമ നന്നാവോ? ഈ കൗമിനെ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ മാതിരി മുക്കാലിമ കെട്ടി തല്ലണം. ഈ കൗമ നന്നാവോ? ഈ ആളുകൾ കമ്മിറ്റിക്കാര് നന്നാവോ? ഈ ഖതീബുമാര് നന്നാവോ? ആലോചിച്ച് നോക്കി നിങ്ങൾ, ഈ ജനത നന്നാവോ? ചിന്തിക്കണം. അതാണ് മൂന്നാമത്തെ. നാലാമത്തതോ, സക്കാത്ത് കൊടുക്കുന്ന ആളാകണം അയാൾ. കറക്റ്റായിട്ട് 2.5% സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കുന്നവരാകണം അയാള്. അതാണ് നാലാമത്തെ ഗുണം. പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി ഇവർക്ക് ഉണ്ടാകേണ്ട ഗുണ പറയുന്നത്. ആ പള്ളി പരിപാലന കമ്മിറ്റിക്ക് ഉണ്ടാകേണ്ട ഗുണം. അതിന് നിങ്ങൾ പ്രസിഡന്റ് എന്ന് കൊടുത്താലും മടിയില്ല, സെക്രട്ടറി എന്ന് കൊടുത്താലും മടിയില്ല, എന്ത് പേര് കൊടുത്താലും, ചെയർമാൻ എന്ന് വേണ്ടില്ല, എന്തായാലും ആ സംഭവം നടക്കുന്ന നീ 4 ഗുണം ഉണ്ടാവണം. അഞ്ചാമത്തതോ, വലം അല്ലാഹനെ മാത്രം പേടിക്കണം, വേറൊരാളെയും പേടിക്കരുത്. അങ്ങനെയുള്ള ആളുകളെ പള്ളി കമ്മിറ്റി, പള്ളി പരിപാലന കമ്മിറ്റിയാണ്. അല്ലേ? അള്ളാഹുവിന്റെ പള്ളി ശുദ്ധീകരിക്കാനും സുജൂദ് ചെയ്യുന്നവർക്കും കുമ്പിടുന്നവർക്കും അത് വൃത്തിയാക്കി വെക്കാനും എന്നോടും ഇസ്മായിലിനോടും പറഞ്ഞു എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പുരസ്കരിച്ച് സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ പള്ളി വൃത്തിയാക്കാൻ, പള്ളി എപ്പോഴും ശ്രദ്ധിക്കാൻ, പള്ളിയുടെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെടാൻ, പിന്നെ പള്ളി കേവലമായി ഇബാദത്ത് നടത്തി പൂട്ടി താക്കോലിട്ട് കൊണ്ടൊരു സ്ഥലമല്ല, പള്ളിയിൽ പഠിപ്പിക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് 20 ചെറുപ്പക്കാർ വന്നു. ആ ചെറുപ്പക്കാർ നബിയിൽ നിന്ന് ഇൽമു നുകർന്നു. മസ്ജിദിലേക്ക് ചില സംഘങ്ങൾ വന്നു. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചുറ്റിലും ഇരുന്നു. അവരോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലും പറയാൻ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലും പറയാണെന്ത് എന്താ പറയണറിയോ? അള്ളാന്റെ റസൂലിന്റെ അനന്തരാവകാശം വീതിക്കുന്നു, മസ്ജിദിൽ അനന്തരാവകാശം വീതിക്കുന്നുണ്ട്. ആളുകൾ പോയി നോക്കുമ്പോ എന്താ അനന്തരാവകാശം ഇവിടെ എന്താ അനന്തരാവകാശം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ അവിടെ ഒന്നും കണ്ടില്ലേ? നബിയുടെ ഇൽമു ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണത് കണ്ടോ? അതാണ് സ്വത്ത്, അത് ഞങ്ങളെ വിലപിടിപ്പുള്ള സ്വത്ത് എന്ന് പറയാൻ. അറിവാണ് സ്വത്ത്. അറിവില്ലയോ അവിടെ സമൂഹമില്ല, വായന ഇല്ലയോ അവിടെ സംസ്കാരമില്ല. എവിടെ വായന മരിക്കുന്നുവോ അവിടെ സംസ്കാരം മരിച്ചു പോകും. സഹാബത്ത് റസൂലുള്ളാഹിന്റെ പിന്നാലെ നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് ശേഷമാണ് അബൂ ഹുറൈറ ഇസ്ലാമിലേക്ക് വരുന്നത്. അബ്ദു ശംസ് എന്ന പേരിൽ ബൗദ്ധൈവ വിശ്വാസിയായി ജീവിച്ച് അബ്ദുറഹ്മാൻ എന്ന റസൂലുള്ള പേര് നൽകി അബൂ ഹുറൈറ എന്ന് ചരിത്രത്തിൽ പേര് വെച്ച് ഓറിയന്റലിസ്റ്റുകളും ഖവാരിജുകളും മുതസിലിയാക്കളും ജൂത സൃഷ്ടികളും ഒന്നിച്ച് പല യൂണിവേഴ്സിറ്റികളിലും, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളിലും ഹദീസ് നിഷേധത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചെടുത്ത് അബൂ ഹുറൈറയെ വിമർശിക്കുന്ന ജൂതലോബികളുടെ ശക്തികളുണ്ടായി. പ്രവാചകന്റെ വചനങ്ങൾ അവർ നെഞ്ചിലേറ്റി, പള്ളികളിൽ അവർ പകർന്നു കൊടുത്തു. അവർ റോഡരികിൽ നടന്നു പറഞ്ഞു, ഒരു ഹദീസ് കിട്ടിയാൽ ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ എന്ന വചനത്തെ അവർ ജീവൽഗന്ധിയാക്കി മാറ്റി. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 39-ാമത്തെ വചനം. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു അല്ലാഹനെ പേടി. അള്ളാന്റെ പള്ളി നിലനിൽക്കും, അള്ളാന്റെ പള്ളിനെ നിലനിർത്തണം. അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം. ഇവിടെ തോട്ടശ്ശേരി അറ എന്ന് പറയുന്ന ഈ സ്ഥലം ഇപ്പോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ പേര് ഇപ്പോ കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയോ? ഈ പള്ളിയുടെ ഉദ്ഘാടനം ലോകത്തെ മുഴുവൻ മുജാഹിദുകളും മലയാളികളും അറിയുന്നുണ്ട്. ഏതൊരു ചെറിയ പ്രദേശം പോലും. അതാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്, ആഗോള ഗ്രാമം എന്ന് പറയുന്നത്. ഇതിവിടെ നടക്കുന്നുണ്ടല്ലേ? അങ്ങ് കുവൈത്തിലുള്ള ആളുടെ ശബ്ദം ഇവിടെ, അതുപോലെ അങ്ങ് കരുവള്ളി മുഹമ്മദ് മൗലവിയുടെ സംസാരം ഇവിടെ. നിമിഷങ്ങളെ കൊണ്ട്
ഒരു കാലഘട്ടം നമുക്ക് ഓർക്കാൻ പറ്റില്ല, അല്ലേ? മംഗളയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുമ്പോ ചൊവ്വയെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ 76 കോടി കിലോമീറ്റർ അകലെ ഭൂമിയെ ഭ്രമണം ചെയ്ത് സൂര്യന്റെ 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ തെന്നിമാറി അങ്ങ് ചൊവ്വയുടെ ഭ്രമണമണ്ഡലത്തിൽ 400 ചില്ലാണം മൈലുകൾക്കുപ്പുറത്തുള്ള ഭ്രമണമണ്ഡലങ്ങളിൽ സെക്കൻഡിൽ 22 കിലോമീറ്ററിൽ പോയി അതിന്റെ തൊട്ടടുത്തെത്തുന്നതിന് മുമ്പ് സെക്കൻഡിൽ 1 കിലോമീറ്റർ എന്ന അളവിൽ താഴ്ത്തി അതിന്റെ വേഗത കുറച്ചു കൊണ്ടുവന്ന് വിപ്ലവം സൃഷ്ടിച്ച് ലോകരാജ്യങ്ങളിൽ 4ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുമ്പോ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ഈ അനന്ത വിസ്തൃതമായ അണ്ഡകടാഹത്തെ നിയന്ത്രിക്കുന്ന വശംസു തജ്രീ മുസ്തഖറില്ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വചനം. സൂര്യനും ചന്ദ്രനും വകുല്ലും ഫീ ഫലഖി യസ്ബഹൂൻ, അതിന്റെ ഭ്രമണമണ്ഡലങ്ങളിൽ അത് നീന്തി തുടിച്ചുകൊണ്ടേ പോകുന്നു എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം. ആ സിട്ടാവിലേക്ക് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സെട്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിന്നും ഇരുന്നും കിടന്നും പടച്ചോനെ ഓർക്കാൻ. സൂറത്ത് ബഖറ 152-ാമത്തെ വചനം. നിങ്ങൾ അല്ലാഹനെ ഓർത്താൽ അല്ലാഹ് നിങ്ങളെ ഓർക്കും. നിങ്ങൾ കൊച്ചു സംഘത്തിൽ വെച്ച് പടച്ചോനെ ഓർത്താൽ വലിയ സംഘത്തിൽ വെച്ച് അല്ലാഹു നിങ്ങളെ ഓർക്കുന്നു. അതുകൊണ്ട് അത് ഉണ്ടാവണം. മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇത്രയും സമയം അല്പം ചില ആനുകാലികങ്ങൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, സംശയദൃഷ്ടിയുടെ, ലോകം മുഴുവനും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന പരിതാപകരമായ ഒരവസ്ഥാവിശേഷം. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ലോകത്ത് ലവ് ജിഹാദിനെ മുൻനിർത്തി അതൊരു മറയാക്കി വോട്ട് ബാങ്ക് സ്വീകരിച്ച് അധികാര സോപാനങ്ങളിൽ എന്നും ചക്കരയിലെ ഈച്ചകളെ പോലെ കഴിഞ്ഞുകൂടാൻ ആലോചിക്കുന്നവർ പല പദ്ധതികളും ആവിഷ്കരിക്കും. മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുവാനും പ്രലോഭിപ്പിക്കുവാനും പല ശക്തികളും ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും അതാണ് അല്ലാഹ് നമ്മളോട് പറഞ്ഞു, ക്ഷമിക്കൂ, ക്ഷമയിൽ മുൻകടക്കൂ, മുൻകരുതലുകൾ എടുക്കൂ, ബുദ്ധിപൂർവകമായ മുൻകരുതലുകൾ. കൈയുടെ മസിലല്ല അല്ല. സൂറത്ത് അൻഫാലിലെ 60-ൽ പറഞ്ഞ കുതിരയും പട്ടാളവും മിസൈലും അതുപോലെ ചുവന്ന അടയാളപ്പെടുത്തിയിട്ടുള്ള രക്തപങ്കിലമായ യുദ്ധത്തിന്റെ ഭൂമി മാത്രമല്ല, 1000 മടങ്ങ് ബുദ്ധി കൊണ്ട് ലോകത്തെ നിയന്ത്രിച്ചു പോന്ന ഒരുപാട് ബുദ്ധിജീവികൾ നയിച്ച ഒരു ലോക മതസമൂഹം ഇന്ന് ബുദ്ധിയില്ലാത്തവരായി അന്യരുടെ കളിപ്പാട്ടങ്ങളായി മാറാൻ പാടില്ല. ഒരുപാട് മഹാരഥന്മാരെ സൃഷ്ടിച്ചു കടന്നു പോന്ന ഒരു മഹാചൈത്രയാത്രയുടെ കഥയുണ്ട് ലോകത്തിന്, ഇസ്ലാമിന്. ഇന്നിതാ ചൊവ്വാദോഷത്തെ കുറിച്ച് യുക്തിവാദി സംഘത്തിന്റെ ആളുകൾ പ്രതികരിക്കുന്നു. ചൊവ്വാദോഷം ഇസ്ലാമിക സമൂഹത്തിന് തലതാഴ്ത്തേണ്ടതില്ല. ശനിദശയും ചൊവ്വാദോഷവും ശകുനപ്പിഴയും ഒന്നും ഇസ്ലാമിനില്ല. ഏതൊരു ഗോളത്തെയും നിയന്ത്രിച്ച പടച്ച തമ്പുരാൻ അതിനെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ രഹസ്യമുണ്ടെന്ന് പറയുന്ന റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. 26-ാം അധ്യായം സൂറത്ത് ശൂറ 23, 24, 25 വചനങ്ങൾ. ആകാശഭൂമികളെ മുഴുവനും നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കേരളത്തിലെ ചില ഗാനങ്ങളിൽ നിയലിച്ചു നിന്നൊരു വചനം എന്താ? ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു എന്റെ ജീവിതത്തിന്റെ ജയാപജയങ്ങൾ. അതല്ലേ പൊളിച്ചെയ്തി? ഇസ്ലാമിനുണ്ടോ അങ്ങനെ? മനുഷ്യ ജീവിതത്തിന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്ന പടച്ച തമ്പുരാനല്ലേ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് ഹൂദ് 6-ാമത്തെ വചനമാണ് അല്ലേ? അതെ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ സാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഉജ്ജ്വലമായ ഖുർആനിന്റെ വാക്ക്. ഈ ഭൂമിയിൽ ഒരു സുനാമിയും ഉണ്ടാകുന്നില്ല, ഒരു കാശ്മീർ വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നില്ല, ഒരാളും അധികാരത്തിലേറുന്നില്ല, നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന പലതുവിടെ ഉണ്ടാകുന്നില്ല. അതൊക്കെ ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ, നിങ്ങൾക്ക് വരുന്ന പൊടുന്നനെയുള്ള മരണങ്ങൾ, നിങ്ങൾക്ക് വരുന്ന മാരികൾ, ഇതെല്ലാം അല്ലാഹു ഒരു രേഖയിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്തിനാ അങ്ങനെ ചെയ്തത്?
നിങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ, നേടിയതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ എന്ന സൂറത്ത് ഹദീദ് 50-ാം അധ്യായം 22-23 വാചകങ്ങൾ വിശ്വാസികളെ നമുക്ക് മനക്കരുത്തു നൽകുന്നതാണ്. പറയുക നബിയെ, ഈമാനുള്ളവരോട് എന്നിൽ തവക്കുൽ ചെയ്യാൻ പറ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹി യതവക്കലൂൻ. സൂറത്ത് അൻഫാൽ 2-ാമത്തെ വചനമാണ്. അല്ലാഹുവാണ്. അല്ലാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഖുർആനിലെ 41-ാം അധ്യായം 30-ാമത്തെ വചനം. അല്ലാഹുവിനോട് പ്രഖ്യാപിച്ചിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈമാനിന്റെ മാധുര്യം 3 കാര്യം ഉണ്ടായി. ഈമാനിന്റെ മാധുര്യം ഉണ്ടായി. എന്താണെന്നറിയോ നിങ്ങൾക്ക്? സഹാബത്ത് ചോദിച്ചു, അല്ലാഹു റസൂലുഹു ആലം. അല്ലാഹു റസൂലിനല്ലാതെ താങ്കൾ പറഞ്ഞു തരൂ. റസൂൽ പറഞ്ഞു കൊടുക്കണം, റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. അല്ലേ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. 2 റിപ്പോർട്ടുകൾ. ഒന്ന്, അല്ലാഹുവിനെ റബ്ബായിട്ട് ഇങ്ങോട്ട് തൃപ്തിപ്പെടുക. സുമ്മസ്തഖാമ, പിന്നെ നേരെ ചൊവ്വ അങ്ങോട്ട് നിൽക്കുക. ഓന് പിന്നെ പതർച്ച ഉണ്ടാവില്ല. ഇല്ല ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു വാചകമുണ്ട്, ആഴക്കടലിൽ വഞ്ചി ഇറക്കി ആഴക്കടലിലെ കൊമ്പൻ സാവിനെ പിടിച്ചുകൊണ്ട് വരുമ്പോ ആകാശത്തിന്റെ കാർമേഘമോ ആകാശത്തിന്റെ മഴക്കീറുകളോ കാറ്റും കോളുമോ ആ മുക്കുവന്റെ മനസ്സിൽ തടസ്സമാവുകയില്ല. അതാണ് ഒരു വിശ്വാസി. പ്രതിസന്ധികളും അതുപോലെ പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. അവനെ ഭയപ്പാട് കൊണ്ട് അല്ല പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. ഒരു ജോത്സ്യന്റെ അടുത്തും ഒരു മന്ത്രവാദിയുടെ സമീപത്തും അവൻ എത്തിപ്പെടുകയില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ ഡോക്ടറെ പോലും കാണിക്കാത്ത വിധത്തിലുള്ള തവക്കുൽ ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിധമാണ് തൗഹീദിനെ ഭദ്രമാക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ശിർക്കിന്റെ ലാഞ്ചനകളുള്ള ഇല്ല. ഒരു ജിന്നിന്റെ മുമ്പിലും ഒരു ശൈത്താന്റെ മുമ്പിലും ഒരു ദർഗയുടെ മുമ്പിലും ഒരു സൂര്യചന്ദ്രന്മാരുടെ മുമ്പിലും നമിക്കുന്ന ശിരസ് ഒരു മുഅ്മിനായ മനുഷ്യനില്ല അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ എന്ത്? റസൂലുള്ളാഹിനോട് പറയാൻ, അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജ്റു വദ്ദവാബ് വകസീറും മിനൻ നാസ്. സൂറത്ത് ഹജ്ജ് 22-ാം അധ്യായം 18-ാമത്തെ വചനം. എന്താ അവർ കാണുന്നില്ലേ? ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നവർ കാണുന്നില്ലേ? സൂര്യൻ അല്ലേ, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ, അതിന്റെ 10 മടക്കുള്ള നക്ഷത്രങ്ങൾ, വൃക്ഷലതാദികൾ, അതേ തുളസി ചെടിയും ആൽത്തറയും അവന്റെ മുമ്പിൽ. ലോകത്തൊരു ആൽമരവും മനുഷ്യൻ എന്ന ബുദ്ധിജീവിയെ മംഗളയാനയച്ച ശാസ്ത്രകാരനെ രാധാകൃഷ്ണന്റെ മുമ്പിൽ പോലും ഒരു പാമ്പും ഇന്ന് വരെ നമിച്ചിട്ടില്ല. പക്ഷേ അവരൊക്കെ പാമ്പിന്റെ മുമ്പിലും തേളിന്റെ മുമ്പിലും പശുവിന്റെ മുമ്പിലും തലകുനിച്ചിട്ടുണ്ടാവാം. ഒരു പശുവും മനുഷ്യനെ ആരാധിക്കാൻ ദേവാലയം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പരമനുഷ്യരെ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളുടെ നാഥൻ അല്ലയാണ്, ലോകത്തിന്റെ നാഥൻ അല്ലയാണ്. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ അവനാണെന്ന്. അതെ വിസ്ഡം, നമ്മൾ അതാ ഉദ്ദേശിച്ചത്. ഒരൊറ്റ കവലയും ഒരൊറ്റ വീടും 2 കോടിയിലധികം വരുന്ന ജനമുണ്ട് കേരളത്തിൽ. മലയാളികൾ 2 കോടി 3 കോടിയോളം എന്ന് വേണേ നമുക്ക് പറയാം. നമ്മുടെ അങ്ങ് ഗൾഫ് രാജ്യത്തെ മലയാളികൾ ഉൾപ്പെടെ 3 കോടിയോളമുള്ള മലയാളി മണ്ണിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം വർക്കലയിലെ ബഹുമത സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ ശിവഗിരി ആശ്രമത്തിലെ സ്വാമി ഉൾപ്പെടെയുള്ള അവിടെ ഞാൻ നമ്മുടെ പ്രവർത്തകരോട് ആ സംരംഭം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പരിസരത്ത് ഇവിടെ ഒരു വലിയ പിന്നെ കോവളം കഴിഞ്ഞാൽ വലിയൊരു ബീച്ചുണ്ട്, വിദേശികൾ വരുന്ന സ്ഥലം. അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ ദായിമാർ, ഇംഗ്ലീഷിലെ ലഘുലേഖകൾ, ഡോക്യുമെന്ററികൾ, ഇംഗ്ലീഷിലെ പുസ്തകങ്ങൾ, ഇംഗ്ലീഷിലെ വലിയ വലിയ സീഡികൾ, സംവാദങ്ങൾ, അതൊക്കെയായി അതിന്റെ കവലകളിൽ നിന്നാൽ വായനാ അഭിരുചിയുള്ള ബ്രിട്ടീഷുകാർ, സായിപ്പന്മാർ അത് വാങ്ങിക്കൊള്ളും, നോക്കിക്കൊള്ളും. ഹിദായത്ത് അവിടെ നിന്ന് കിട്ടും. നഗ്നതാസ്വാദനങ്ങൾക്കിടയിൽ, പ്രകൃതി രമണീയത ആസ്വദിക്കുന്നതിനിടയിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം അവർക്കുണ്ടാകും. റെയിൽവേ സ്റ്റേഷനുകളിൽ, നാൽക്കവകളിൽ, KSRTC സ്റ്റാൻഡുകളിൽ മനുഷ്യർ കുമിഞ്ഞുകൂടുന്നിടത്ത്
എത്രത്തോളം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരിൽ, തിരൂരിൽ രാവിലെ ചെന്നാൽ ബംഗാളികളെ കാണാം. ആയിരക്കണക്കിന്. കേരളം ബംഗാളായി തീരുന്നോ എന്ന് തോന്നുന്ന വിധത്തിൽ വിദേശ സ്റ്റേറ്റുകളിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളിലുള്ളവർ അവർക്ക് ദൈവത്തെത്തിക്കാൻ ഭാഷ അറിയുന്ന ആളുകളുടെ സഹായങ്ങൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വിഷ്ണുവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വഴി, നേരെ ചൊവ്വയുള്ള ഒരൊറ്റ വഴി, സിറാത്തുൽ മുസ്തഖീം. റസൂലുള്ള വര വരച്ച് കാണിച്ചില്ലേ? നീണ്ട വര, ഒരു ചതുരപ്പെട്ടി വരച്ചു, എന്നിട്ട് റസൂലുള്ള ചെറിയ വരകൾ വരച്ചു, എന്നിട്ടൊരു വലിയ വര വരച്ചു. ഈ ചെറിയ വരകൾ മരണ ജീവിതത്തിനിടയിലുള്ള കാലയളവുകൾ, മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ നീണ്ട വര അഥവാ ഒരു വര വരച്ച് ആളുകളുടെ ഹൃദയത്തിൽ ഹൃദ്യമാകുന്ന രൂപം ഒരു ഗുരുനാഥന്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2-3 ചെറിയ വടികൾ സഹാബത്തിനോട് കൊണ്ടുവന്ന് പൊട്ടിക്കാൻ പറഞ്ഞു. അവർ നിഷ്പ്രയാസം ആ ചുള്ളിക്കമ്പ് പൊട്ടിച്ചു. കുറെ ചുള്ളിക്കമ്പുകൾ ഒന്നിച്ചു കൂട്ടി വെച്ച് പൊട്ടിക്കാൻ പറഞ്ഞു. അത് പൊട്ടിയില്ല. ഇതുപോലെയാണ് നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഒരിക്കലും ആ ഉദാഹരണം അവരുടെ മനസ്സൊന്നും മാഞ്ഞു പോവുകയില്ല. നേരെ മരുഭൂമിയിൽ ഒരു വര വരച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തോട്ടും വലത്തോട്ടും വര വരച്ചു. ആദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഇതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. നമ്മൾ സാൽവേഷനിലൂടെ, അതുപോലെ നമ്മുടെ പല ലൈറ്റ് എക്സിബിഷനിലൂടെ, വരകളിലൂടെ, കുറികളിലൂടെ, ചിത്രങ്ങളിലൂടെ ഹറാമ് പ്രചരിപ്പിക്കാനല്ല നമ്മൾ ശ്രമിച്ചത്. ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ ആദർശം സന്നിവേശിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യം, അതിന് തെളിവുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തെളിവുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്. സൂറത്ത് അഹ്സാബ് 21-ാമത്തെ വചനം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. വല്ലാഹു യതവഫൽ അൻഫുസഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. സൂറത്ത് സുമർ 42-ാമത്തെ വചനം. ഉറക്കത്ത് അല്ലാഹ് നമ്മളെ പിടിച്ചുകൊണ്ടു. മനസ്സിലായി? ഇന്ന് ഞാൻ രാവിലെ, സത്യം, എനിക്ക് കുറേ രോഗം ഇങ്ങനെ കിടന്നപ്പോ ഒരു പോത്തിറച്ചി കൂടണം തോന്നിയിട്ട്, സത്യം അത് വാങ്ങി ഭാര്യന്റെ കയ്യിലാട് കൊടുത്ത് ഇത് നല്ല നിലക്ക് പ്രൊഫഷൻ ചെയ്തു തരണം എന്ന് പറഞ്ഞ് അങ്ങനെ തിരിയുമ്പോഴാണ് എന്റെ ഫോണിലേക്ക് എന്റെ ഭാര്യന്റെ ഉപ്പ വിളിക്കുന്നത്. എന്താ പറയണത്? അവളെ മൂത്തമ്മ മരിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഒരു വേദന, അവിടെ കിടന്ന് മരിച്ചു. ഇതല്ലേ മനുഷ്യൻ? ഇതല്ലേ സുഹൃത്തുക്കളെ മനുഷ്യൻ? ഇതല്ലേ നമ്മൾ? സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്ത്. ഏത് ഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിക്കുക? അസൂയയും വിദ്വേഷവും കണ്ടുകൂടായ്മയും മിണ്ടിക്കൂടായ്മയും സലാമടക്കിക്കൂടായ്മയും ശ്വാസം നിലക്കുമ്പോ അവസാനിക്കും. പിന്നെ ഖബറാണ്. ഞാനെന്ന് പറഞ്ഞ വാചകത. ആ മരണം കഴിഞ്ഞ് ലത്തീഫ് ഖാന്റെ ഞങ്ങൾ നോറിസ്കരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ കൊണ്ടുപോയി മയ്യത്ത് കബറടക്കിയാൽ കഴിഞ്ഞില്ലേ പ്രവർത്തനങ്ങളുടെ? ഇദാ മാതൽ ഇൻസാനു ഇൻകത അമലുഹു ഇല്ലാ മിൻ സലാസ്. 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം, അല്ലേ? രണ്ടെണ്ണം മടങ്ങിപ്പോരും. അവന്റെ അമല് മാത്രം ബാക്കിയാകുക. അന്ന് എന്താ ഉള്ളത്? അധ്യായം 34 മുതൽ 37 വരെയുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരനിൽ നിന്ന് കൂട്ടുകാരൻ ഓടുന്ന ദിവസം, അല്ലേ? ഹസീന കൊല്ലപ്പെട്ടത് ഞങ്ങളെപ്പോലെയുള്ളവരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സഹോദര, നിനക്കുമുണ്ട് മരണം. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുമ്പോഴും ഓർക്കണം. സൂറത്ത് ബഖറയിലെ 42-ഉം 43-ഉം വചനങ്ങൾ ഓർക്കണം. ഹസീന കൊല്ലപ്പെട്ടത് നമ്മൾ കാരണം കൊണ്ടാണെന്ന് ധ്വനിപ്പിച്ച് ആളുകളെ സന്തോഷിപ്പിച്ചു വിടുന്ന ആ കൂട്ടുകാരനില്ലേ, ആ കൂട്ടുകാരൻ നീ ഓടി ഒളിക്കുന്ന ദിവസം, അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹു പറയണം. 26-ാം അധ്യായം 88-89 വചനങ്ങൾ സൂറത്ത് ശൂറ. കുറ്റമറ്റ മനസ്സുമായി ആരല്ലാനെ കണ്ടുമുട്ടിയോ? സമ്പത്തും മക്കളും ഉപകരിക്കാത്ത ലോകം. സമ്പത്തും മക്കളും ഉപകരിക്കാത്ത ലോകം. ഏതൊരു സംഗതികളിൽ ഇടപെടുമ്പോഴും സൂക്ഷിച്ചു വേണം ഇടപെടാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു. എന്റെ വാക്കുകളിൽ എന്തെങ്കിലും ഇവിടെ പിഴച്ചോ നിങ്ങൾ പറയണം, നിങ്ങൾ വിമർശിക്കണം, നിങ്ങൾ എന്നെ വിളിക്കണം, എനിക്ക് മെസ്സേജ് ചെയ്യണം, നന്നാക്കണം, ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. എണ്ണ എത്ര കുറഞ്ഞോട്ടെ, വണ്ണാവശ്യമില്ല. ഉള്ളത് നന്നായാൽ മതി. ഇനി അങ്ങനെ ഒരു മുന്നോട്ട് പോയാൽ കുറെ ആളെ കാണിച്ച് പെരുപ്പിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഇല്ല, ഉണ്ടാവാതിരിക്കട്ടെ. റിയാഇന്റെ സകല അംശങ്ങളും കാലടിയിൽ വെച്ച് ചവിട്ടി മെതിച്ചു കളയണം എന്ന് നമ്മൾ പറയും.
ഞാൻ പ്രവർത്തിച്ച എനിക്കുണ്ട്, ഞാൻ വന്ന എനിക്കുണ്ട്, ഞാൻ മീറ്റിംഗ് കൂടി എനിക്കുണ്ട്, ഞാൻ 10 ദിവസം മീറ്റിംഗ് പോയിട്ടില്ല എനിക്ക് പോയി, അത്രേ ഉള്ളൂ. എന്റെ ആവേശം കെട്ടുപോകും, ഞാൻ ചെന്നായിയുടെ കയ്യിൽ പെട്ടുപോകും, ഒറ്റപ്പെട്ട എന്നെ പിടിച്ചുകൊണ്ടുപോകും, ഫർള് നിസ്കരിക്കാത്തവനാവും ഞാൻ. അനുഭവം അവിടെ ലോകത്ത്. സൂറത്ത് അനാമിൽ ഒരു ആയത്തുണ്ട്, മനസ്സെ കുറിച്ചുള്ള ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് അനാമിലെ 122 മറക്കരുത്. അനാമിൽ പറയണ എന്തറിയോ? സൂറത്ത് അനാമ് പറയാണ്, മനസ്സ് മരിച്ചൊരു മനുഷ്യൻ, അയാൾക്ക് ആദർശമില്ല, ഈമാനില്ല, ഇഖ്ലാസ് ഇല്ല, തൗഹീദ് ഇല്ല. അങ്ങനെ അള്ളാഹു അയാൾക്ക് തൗഹീദ് നൽകി മരിച്ചു കിടന്ന ആത്മാവിനെ ചൈതന്യവത്താക്കി. എന്നിട്ടോ ആ മനുഷ്യൻ യംശി ബിഹി ഫിന്നാസ്, ആ വെളിച്ചുകയായിട്ട് വീട്ടിൽ കുത്തിരിക്കല്ല, ആ വെളിച്ചുകയായിട്ട് ജനങ്ങൾക്കിടയിൽ ചുറ്റിക്കറങ്ങി. അവനും അല്ല പറയണം, അവനും അന്ധകാരത്തിന്റെ ഘോരാന്ധകാരത്തിന്റെ ഇരുട്ടിൽ പതിഞ്ഞിരിക്കുന്നവനും സമമാകുമോ ജനങ്ങളെ? ഒരു കോർണറിൽ ഒതുങ്ങി ജീവിതത്തിന്റെ നല്ല കാലങ്ങൾ, ജീവിതത്തിന്റെ യൗവനം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ കടത്തിണ്ടകളിലും പീഡികത്തിണ്ടകളിലും അല്ലെങ്കിൽ താനായി ഉണ്ടാക്കിയ മർക്കസുകളുടെ മൂലകളിലും കേവലം വരണ്ട ഒരു ചെറിയ ഓട്ടക്കുള്ളിലൂടെ സൂര്യനെ നോക്കുന്നവന്, ആകാശത്ത് നോക്കുന്നവന് ആകാശവും ഭൂമിയും ചെറുതായി തോന്നും. വിജ്ഞാനത്തിന്റെ ലോകത്തെ മനുഷ്യൻ മനസ്സിലാക്കാതെ മൂലയിൽ ഒതുങ്ങിപ്പോയാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഈ സത്യപ്രകാശത്തെ എത്തിക്കുന്നവരെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സൂറത്ത് തൗബ 32 33, സൂറത്ത് സഫ് 8-9 വചനം. അള്ളാന്റെ പ്രകാശത്തെ വായ കൊണ്ട് കുറെ ആളെ അലച്ചാല് ഇത് നിലച്ചൊന്നും അള്ളാന്റെ പ്രകാശം നിലവും. എന്തൊക്കെ കള്ള മെസ്സേജുകൾ, എന്തൊക്കെ സംഗതികൾ ആളുകൾ പ്രചരിപ്പിക്കണം, ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാം, ചെവി കൊടുക്കരുത്. ഇരുന്ന് ഖുർആൻ പഠിച്ചോളി, സുന്നത്ത് പഠിച്ചോളി, അവനാന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചോളി. സൂറത്ത് തഹരീം 6-ാമത്തെ. അലി ഇബ്നു അബീ ത്വാലിബ്, ഇമാം ത്വബരി പറയാൻ, അലി ഇബ്നു അബീ ത്വാലിബ് പറയണ ആ ആയത്തിനെ വിശദീകരിച്ച്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഭാര്യക്കും അദബ് പഠിപ്പിക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്, ഇൽമ് പഠിപ്പിക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന അള്ളാഹ് പറഞ്ഞു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ സംസ്കരിക്കുന്ന മഹാപ്രക്രിയ അത് നടത്താൻ അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെട്ടു. അതിനായിരിക്കട്ടെ നമ്മുടെ ശ്രമം, അതിനായിരിക്കട്ടെ ഈ മസ്ജിദ്. ഈ മസ്ജിദ് ആളുകൾക്ക് ചികിത്സിക്കുന്ന ഒരു കേന്ദ്രവുമാവട്ടെ. ആളുകൾക്ക് പല ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരും, രോഗികൾ വരും, അവർക്ക് മരുന്ന് കൊടുക്കാൻ ഒരു പ്രത്യേക ബോക്സ് അവിടെ ഉണ്ടായാൽ നല്ലതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം. അവിടെ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ഒരു ഫണ്ട് ഇവിടെ ഉണ്ടാവട്ടെ. അവിടെ സക്കാത്ത് സിസ്റ്റമാറ്റിക്കലായി നടക്കട്ടെ. അവിടെ ഒരു കുടുംബ പ്രശ്നം അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞ് അവിടെ പരിഹരിക്കപ്പെടട്ടെ. ആ കമ്മിറ്റി ആ സമൂഹത്തിൽ ഇടപെടുന്നവരാകട്ടെ. ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം നമ്മൾ പറയില്ല, പള്ളി പോയി പറ. നമ്മൾ എങ്ങനെ പറയും? സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ സലഫി പള്ളിയിൽ പോയി പറ, നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകുമാറാകട്ടെ. ഈ ഭൂമി എടുത്തവർ, അതിനുവേണ്ടി പണം ചെലവഴിച്ചവർ, അതിനുവേണ്ടി അധ്വാനിച്ചവർ, അറബ് നാട്ടിലും നമ്മുടെ നാടുകളിലുമുള്ളവർ, ഇതിന്റെ ഒരു പൂർണ്ണ ചരിത്രം എനിക്കറിയില്ല, എങ്കിൽ പോലും അവർക്കൊക്കെ അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ഇവിടെ എത്ര സുജൂദുകൾ, എത്ര റുകൂകൾ, എത്ര ഖുർആൻ പാരായണം നടക്കുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം അല്ലാഹു പാഴാക്കാതെ അവർക്ക് നൽകുമെന്ന ഖുർആൻ പ്രവാചക വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ സന്തോഷമാണ്. അതുകൊണ്ട് ഈ മസ്ജിദ് അല്ലാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്തിന്റെ കേന്ദ്രമായി തീരുമാറാകട്ടെ, സമാധാനത്തിന്റെ കേന്ദ്രമായി ഭവിക്കുമാറാകട്ടെ, ഇൽമ് നേടുന്ന കേന്ദ്രമാകുമാറാകട്ടെ, സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്ന കേന്ദ്രമാകട്ടെ, അനൈക്യത്തിന്റെ വിത്ത് പാകാത്ത കേന്ദ്രമാകട്ടെ, തൗഹീദിന്റെ പ്രകാശന കേന്ദ്രമാകട്ടെ, സുന്നത്തുൽ ഘോഷിക്കുന്ന കേന്ദ്രമാകട്ടെ, ആളുകൾക്ക് വെളിച്ചമാകട്ടെ, അധർമ്മകാരികൾക്ക് താക്കീദിന്റെ കേന്ദ്രമാകട്ടെ, യുവാക്കളുടെ പ്രതീക്ഷ കേന്ദ്രമായി വളരട്ടെ. സർവശക്തനായ അല്ലാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഈമാനും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.